ഞങ്ങൾ അർമിന പി, അക്കാഡമിക് കൗൺസിലർ, ഇഗ്നോ ആസി കൊച്ചിൻ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ക്ലാസ് BPCC 131 ഫൗണ്ടേഷൻസ് ഓഫ് സൈക്കോളജി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലേണിങ്ങും മെമ്മറിയുമാണ് എടുത്തത്. സോ ബ്ലോക്ക് 1, ബ്ലോക്ക് 2 കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ബ്ലോക്ക് 3 ആണ്, മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ. അതിൽ മോട്ടിവേഷൻ യൂണിറ്റ് 5, യൂണിറ്റ് 6 ഇമോഷൻ. യൂണിറ്റ് 5 മോട്ടിവേഷൻ ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഇതിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, അപ്പോൾ നമ്മൾ ഈ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, അതുപോലെ അതിൻ്റെ ഒരു നേച്ചർ, സ്വഭാവം, പിന്നെ പല തരത്തിലുള്ള മോട്ടിവേഷൻ, ദെൻ പല സിദ്ധാന്തങ്ങൾ, അത് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു, അതിൻ്റെ ഒരു സമ്മറൈസേഷൻ ഉണ്ട്. അതുകൂടാതെ ഫ്രസ്ട്രേഷൻ, കോൺഫ്ലിക്റ്റ്, ഈ 2 കോൺസെപ്റ്റ്സിനെ പറ്റിയിട്ടും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കാം. 2 എക്സാമ്പിളാണ് ഇതിനകത്ത് പറയുന്നത്. ഷീന was taking part in 100 meters marathon in her college. But as she started running, there was a cramp in her left leg. But despite the pain and discomfort, Sheena managed to finish the race and secure the first prize. അപ്പം മത്സരത്തിനിടയ്ക്ക് ഷീനയ്ക്ക് ലെഫ്റ്റ് ലെഗിൽ ഒരു ക്രാമ്പ് വന്നു. പക്ഷേ ആ ഒരു പെയിനും ഡിസ്കംഫേർട്ടും മാറ്റി വെച്ചുകൊണ്ട് ഷീന മാനേജ് ചെയ്തു, റേസ് ഫിനിഷ് ചെയ്തു, ഫസ്റ്റ് പ്രൈസ് നേടി. അപ്പം എന്താണ് ഷീനയെ പ്രേരിപ്പിച്ചത്? ആ ഒരു റേസിലേക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഷീനയെ പ്രേരിപ്പിച്ചത് എന്താണ്? രണ്ടാമത്തെ എക്സാമ്പിൾ, സാനിയാസ് ബ്രദർ വാസ് ഗെറ്റിംഗ് മാരീഡ് the next day, and despite being preoccupied with the marriage preparations, she ensured that the report that she had to submit to her boss was prepared and submitted as per the time given to her. അപ്പം സാനിയയുടെ ബ്രദറിന്റെ കല്യാണമാണ്. കല്യാണത്തിനുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നതിനിടയിലും സാനിയയുടെ ബോസിന് സബ്മിറ്റ് ചെയ്യേണ്ട റിപ്പോർട്ട് ഓൺ ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്തു. അപ്പൊ എന്താണ് സാനിയയെ കൊണ്ട് ആ റിപ്പോർട്ട് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാനിയയെ പ്രേരിപ്പിച്ചത് എന്താണ്? അപ്പം ഈ 2 എക്സാമ്പിളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ഈ 2 എക്സാമ്പിളിലും എന്തുകൊണ്ടാണ്, വൈ ദ പേഴ്സൺ ബിഹേവ്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ വേ, അപ്പം എന്താണ് ആ ഒരു ബിഹേവിയറിന്റെ കാരണം, ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? അപ്പം ഈ ഒരു ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു മോട്ടിവേഷൻ ഉള്ളത് കൊണ്ടാണ് അല്ല അത്തരത്തിലൊരു ബിഹേവിയറിലേക്ക് ഷീനയെയും സാനിയെയും കൊണ്ട് എത്തിച്ചത്. സോ വൈ സർട്ടൻ ഇൻഡിവിജ്വൽസ് ബിഹേവ്ഡ് ദ വേ ദേ ഡിഡ്, അപ്പൊ എന്തുകൊണ്ടാണ് ചില മനുഷ്യർ ആ ഒരു പർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്? ഫ്രം ഗെറ്റിംഗ് സംതിങ് ടു ഈറ്റ്, നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ നോക്കുന്നു. അതുപോലെ ഒരു ആക്സിഡന്റിൽ ഇഞ്ചേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ടൈമിന് അനുസരിച്ച് തന്നെ നമ്മുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പം എന്താണ് ഇതിന് ഒരു പ്രേരണ നമുക്ക് തരുന്നത്? ആ ഒരു പ്രേരണയ്ക്കാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. As certain behaviors may be displayed due to motivation, it is also possible that an individual may not behave in certain ways because of lack of motivation. ഇപ്പൊ ഈ 2 എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞപ്പോൾ എന്താണ് ആ മോട്ടിവേഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു പോസിറ്റീവ് റിസൾട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് ഒരു നെഗറ്റീവ് ലെവലിൽ നമ്മൾ ചിന്തിച്ച, എന്തുകൊണ്ട് ഒരു കുട്ടി നന്നായിട്ട് അവരുടെ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് നന്നായിട്ട് പഠിക്കുന്നില്ല? അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താ? അവരുടെ മോട്ടിവേഷൻ കുറവാണ്. അവർക്ക് കിട്ടുന്ന ആ ഒരു ഇൻട്രൻസിക് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് ലെവലിലുള്ള ഒരു മോട്ടിവേഷൻ കുറവാണ്. അതുകൊണ്ടാണ് അവർക്ക് നല്ല രീതിയിൽ അവരുടെ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത്. സോ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കീ ഫാക്ടറാണ്. നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് വൈ ഓഫ് ബിഹേവിയർ. എന്ത് ബിഹേവിയർ? നമ്മൾ ചിരിക്കുന്നു, എന്താണ് കാരണം? നമ്മൾ കരയുന്നു, എന്താണ് കാരണം? അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിന്റെ നമ്മുടെ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിന്റെ റീസൺ എന്ന് പറയുന്നത് അതിന്റെ പിന്നിലുള്ള നമ്മളുടെ ആ ഒരു പ്രേരണ അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷനെയാണ് പറയാൻ. സോ മോട്ടിവേഷൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ് ആദ്യം പറയുന്നത്. മോട്ടിവേഷൻ ഇസ് ദ നീഡ് വിതിൻ ദ ഇൻഡിവിജ്വൽ ടു ഡു സംതിങ് ഓർ ടു ഫുൾഫിൽ യുവർ ഡിസയർസ്. നമ്മൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡിസയർ എന്ന് പറയാം, അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ അതിനെ നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയും. അപ്പം ഇതൊരു നീഡാണ് ശരിക്കും. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നീഡ് വിതിൻ ദ ഇൻഡിവിജ്വൽ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ആവശ്യം ആണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതിന് ഇന്റേണൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്, അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്.
നമ്മൾ എന്തുകൊണ്ടും ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് പറയുന്നതിന് ഇന്റേണൽ റീസൺസും എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഫാക്ടേഴ്സും ഉണ്ട്. സോ മോട്ടിവേഷൻ ഇൻവോൾവ്സ് 3 ആസ്പെക്ട്സ്. 3 ആസ്പെക്ട്സ് ആണ് മോട്ടിവേഷൻ നമ്മൾ പറയുമ്പോൾ പറയുക. അതിനകത്ത് ഒന്ന് എന്ന് പറയുന്നത് ഇറ്റ് ടോക്സ് അബൌട്ട് ദ നീഡ് സ്റ്റേറ്റ് ഓഫ് ദ ഓർഗാനിസം. അപ്പോൾ ആ ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ആ നീഡ് വരുമ്പോൾ അതൊരു അറൗസൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ടെൻഡൻസി, ആക്ഷൻ്റെ ഒരു ആവശ്യകത മനസ്സിലാവുന്നു. ആൻഡ് മൂന്നാമത് പറയുമ്പോൾ ഈ ആക്ഷൻ നമ്മുടെ ഗോളിലേക്ക് എത്തിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾക്ക് ദാഹം വരുന്നു. അപ്പൊ ദാഹം നമ്മളുടെ ബോഡി ഫങ്ഷൻസിൽ നമുക്കറിയാം, നമുക്ക് തേഴ്സ്റ്റ് വരുന്നു, നമ്മുടെ വായിൽ വെള്ളം ഇല്ലാതാവുന്നു, സലൈവ പ്രോപ്പറായിട്ട് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ, നമ്മുടെ വായ ഡ്രൈ ആവുന്ന ഒരു അവസ്ഥ. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താണ് ഒരു സ്റ്റേറ്റ് ഓഫ് അറൗസൽ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ടെൻഡൻസി വരുന്നു, എനിക്ക് വെള്ളം കിട്ടിയേ പറ്റൂ. അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു ആക്ഷനിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ വെള്ളം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ആ അറൗസൽ മാറിക്കിട്ടുന്നു, നമ്മളുടെ ബോഡി ഒരു സ്റ്റേബിൾ ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു ഹോമിയോസ്റ്റാറ്റസ് ലെവലിലേക്ക് നമ്മുടെ ബോഡി മാറുന്നു. അപ്പം ആ ഒരു ഹോമിയോസ്റ്റാസിസിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണ്, അല്ല ആ ഒരു ഇംബാലൻസ് വരുമ്പോഴാണ് നമ്മളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് അറൗസൽ സംഭവിക്കുന്നത്. അടുത്തത് നേച്ചർ ഓഫ് മോട്ടിവേഷൻ. അപ്പൊ നമ്മൾ മീനിങ് ഓഫ് മോട്ടിവേഷൻ ആണ് ആദ്യം പറഞ്ഞത്. അടുത്തത് നേച്ചർ ഓഫ് മോട്ടിവേഷൻ. സോ മോട്ടീവ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊപ്പല്ലിങ് അവർ ആക്ഷൻ. അപ്പൊ എന്ത് നമ്മളൊരു ആക്ഷൻ വരണമെങ്കിലും അതിന് മോട്ടീവ് ഉണ്ടായിരിക്കണം. അപ്പൊ ആ മോട്ടീവിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ നമ്മളുടെ ബിഹേവിയറിലൂടെ നമുക്കത് മനസ്സിലാവും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബിഹേവിയറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ദാറ്റ് പേഴ്സൺ ഈസ് മോട്ടിവേറ്റഡ് എന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി ഹാർഡായിട്ട് പഠിക്കുന്നു, വർക്കിംഗ് ഹാർഡ്, ഡേ ആൻഡ് നൈറ്റ് പഠിക്കുന്നു, അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവൻ ശ്രമിക്കുന്നു. അപ്പം എന്താണ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു കോളേജിലേക്ക് നല്ല അഡ്മിഷൻ കിട്ടണം, അതുപോലെ ഒരു നല്ലൊരു ജോലി കിട്ടണം. അപ്പൊ ഈ 2 ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവൻ ഇത്ര നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു മോട്ടിവേഷൻ ആണ് അവനെ ഈ രീതിയിൽ ബിഹേവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ബിഹേവിയറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പേഴ്സൺ മോട്ടിവേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. അതുപോലെ മോട്ടീവ്സ് ഹെൽപ്പ് us ടു മേക്ക് ചോയ്സസ്. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും 2-3 ചോയ്സസ് വരുമ്പോൾ അതിനകത്ത് എന്ത് ഒരു ഡിസിഷൻ എടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് മോട്ടിവേഷൻ അനുസരിച്ചിട്ടാണ്. ഏത് ജോലിക്കാണ് ഞാൻ പോകേണ്ടത് എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മളുടെ ചോയ്സസ് നമ്മൾ മാറ്റി കൊണ്ടുവരുന്നത്. അതുപോലെ മോട്ടീവ്സ് ഹെൽപ്പ് us ടു മേക്ക് പ്രഡിക്ഷൻസ് അബൌട്ട് ബിഹേവിയർ. അപ്പം ഒരു കുട്ടി നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ അക്കാഡമിക്സിൽ നന്നായി പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി അതനുസരിച്ച് വർക്ക് ചെയ്യും, അവരുടെ ബിഹേവിയേഴ്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഓരോ സിറ്റുവേഷൻ വരുമ്പം ഹാർഡ് വർക്ക് ചെയ്യുന്നു, അപ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത്. ദെൻ മോട്ടിവേഷൻ ആസ് പോപ്പുലർലി യൂസ്ഡ് റെഫേഴ്സ് ടു ദ കോസ് ഓർ വൈ ഓഫ് ബിഹേവിയർ. ഈ ഒരു ടേം നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്. കോസ് ഓർ വൈ ഓഫ് ബിഹേവിയർ, ഓരോ ബിഹേവിയറിന്റെയും വൈ, കാരണം എന്താണെന്നുള്ളത്. സോ മോട്ടിവേഷൻ ഇസ് പോപ്പുലർലി യൂസ്ഡ് റെഫേഴ്സ് ടു ദ കോസ് ഓർ വൈ ഓഫ് ബിഹേവിയർ. അടുത്തത് മോട്ടിവേഷൻ്റെ ഒരു സൈക്കിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഒരു ഇന്റേണൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് വരുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. വെള്ളം കുടിക്കാനുള്ള മോട്ടിവേഷൻ, ഭക്ഷണം കഴിക്കാനുള്ള മോട്ടിവേഷൻ, ഇങ്ങനെ പല മോട്ടിവേഷൻസും നമുക്ക് വരാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ സൈക്കിളാണ് ഇനി പറയുന്നത്. സോ മോട്ടിവേഷൻ സൈക്കിളിൽ ആദ്യം വരുന്നത് ഒരു നീഡ് അല്ലെങ്കിൽ ഒരു നെസസിറ്റിയാണ് വരുന്നത്. അപ്പൊ എവിടെയെങ്കിലും നമുക്കൊരു ലാക്കോ അല്ലെങ്കിൽ ഒരു ഡെഫിസിറ്റോ വരുന്ന സ്റ്റേജാണ് ആദ്യം വരുന്നത്. അടുത്തത് ഡ്രൈവ് ആണ്. അപ്പം ആ നീഡിനനുസരിച്ച് നമുക്കൊരു ഡ്രൈവ് ഉണ്ടാവുന്നു. അപ്പം നമ്മൾ ആ ഡ്രൈവ് ഇന്റേണൽ ഫാക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിരിക്കും. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ മെമ്മറീസ്, ഓർമ്മകളായിരിക്കും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പം ഈ ഡ്രൈവ് ആണ് നമ്മളെ പുഷ് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ രീതിയിലേക്ക് നമ്മൾ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പുഷ് ചെയ്യുന്നത് ഈ ഒരു ഡ്രൈവ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ആർ തേഴ്സ്റ്റി, അപ്പൊ നമ്മൾ തേഴ്സ്റ്റി, നമ്മൾക്ക് ദാഹം ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾക്ക് വെള്ളത്തിന് ഒരു ആവശ്യം വരികയാണ്. സോ നീഡ് ഫോർ വാട്ടർ, അതാണ് സംഭവിക്കുക ആദ്യം. അപ്പം ഈ നീഡാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് എങ്ങോട്ടേക്ക്, നമുക്ക് വെള്ളം കിട്ടുന്ന സ്ഥലത്തിലേക്ക്, അല്ലെങ്കിൽ വെള്ളം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ ഒരു നീഡാണ്. ആൻഡ് വൺസ് വി ഹാവ് കൺസ്യൂംഡ് വാട്ടർ, അതിനുശേഷം നമ്മൾ വെള്ളം കുടിച്ചു കഴിയുമ്പോഴോ നമ്മളുടെ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്തു, നമ്മളുടെ വെള്ളം കിട്ടണം എന്നുള്ള ആ ഒരു ഡ്രൈവ് റെഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ അത് ഡിമിനിഷ് ചെയ്തു.
ഓക്കെ. സോ ആദ്യം നമുക്കൊരു നീഡ് ഉണ്ടാവുന്നു, അപ്പം നമ്മൾ തേഴ്സ്റ്റി ആവുന്നു, അപ്പം നമുക്കൊരു നീഡ് വരുന്നു. ആ നീഡിനനുസരിച്ച് നമ്മൾ വെള്ളം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മുമ്പോട്ട് പോകുന്നു, വെള്ളം കൺസ്യൂം ചെയ്യുന്നു, അതോടുകൂടി ആ നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു, ഡ്രൈവ് നമ്മളുടെ റെഡ്യൂസ് ചെയ്തു. ഓക്കെ. അപ്പം ഈ ഒരു സൈക്കിളാണ് നമ്മളുടെ മോട്ടിവേഷണൽ സൈക്കിൾ എന്ന് പറയുന്നത്. സോ വൺസ് ദ പെർഫോംഡ് ബിഹേവിയർ ലീഡ്സ് ടു ദ അച്ചീവ്മെന്റ് ഓഫ് ഡിസൈർഡ് ഗോൾ. അപ്പം നമുക്ക് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രൈവ് റെഡ്യൂസ് ചെയ്തു, ഓർഗാനിസം ആ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തി എന്നുള്ളതാണ്. സോ അങ്ങനെയാണ് നമ്മുടെ മോട്ടിവേഷണൽ സൈക്കിൾ എൻഡ് ചെയ്യുന്നത്. സോ മോട്ടിവേഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നീഡിൽ നിന്നാണ്, ഒടുവിൽ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ സൈക്കിൾ എൻഡ് ചെയ്യുന്നു. സോ ദെൻ ഇറ്റ് അറൈസസ് അഗെയിൻ ആഫ്റ്റർ എ വൈൽ വെൻ ദ ഏർജ് ഫോർ വാട്ടർ അറൈസസ് അഗെയിൻ. പിന്നീട് ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ വേറൊരു അവസ്ഥയിൽ നമ്മുടെ നീഡ് വീണ്ടും വരുമ്പോൾ, അതായത് വെള്ളത്തിനുള്ള ആവശ്യം വീണ്ടും വരുമ്പോൾ നമ്മൾക്ക് വീണ്ടും ഇതേ ഒരു പ്രോസസ്സ് തന്നെ സംഭവിക്കുകയാണ്. സോ അതുകൊണ്ടാണ് അതിന് മോട്ടിവേഷണൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് പിക്ചർ. അപ്പൊ ആദ്യം നമുക്കൊരു നീഡ് ഉണ്ടാവുന്നു, നീഡിനനുസരിച്ച് ഡ്രൈവിനനുസരിച്ച് നമ്മൾ ഒരു അറൗസൽ സ്റ്റേറ്റിലേക്ക് വരുന്നു. അപ്പൊ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയറിലേക്ക് നമ്മൾ എത്തുന്നു, നമ്മൾ അതിൽ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കൊരു റിഡക്ഷൻ ഓഫ് അറൗസൽ സംഭവിക്കുന്നു. അതിനുശേഷം പിന്നെ വീണ്ടും വേറൊരു സിറ്റുവേഷനിൽ വീണ്ടും നീഡ് വരുന്നു, ഡ്രൈവ്, അറൗസൽ, ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ, അച്ചീവ്മെന്റ്, റിഡക്ഷൻ ഓഫ് അറൗസൽ. ഓക്കെ. സോ ഇതാണ് മോട്ടിവേഷണൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ദെൻ മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ടേംസ് ആണ് ഇനി പറയുന്നത്. 4 ടേംസ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഒന്ന് നീഡ്, ഡ്രൈവ്, ഇൻസെന്റീവ് ആൻഡ് മോട്ടീവ്സ്. സോ നീഡ് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി വരുന്നു, അല്ലെങ്കിൽ സെല്ലുലാർ ഓർ ബോഡിലി ഡെഫിഷ്യൻസീസ് വരുമ്പോഴാണ് അതിനെയാണ് നമ്മൾ നീഡ് എന്ന് പറയുന്നത്. ആ നീഡാണ് നമ്മളെ ഡ്രൈവിലേക്ക് എത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻഡിവിജ്വൽസ് നീഡ് വാട്ടർ, ഫുഡ് ആൻഡ് ഓക്സിജൻ ടു സർവൈവ്. ദെൻ അടുത്തത് ഡ്രൈവ് ആണ്. സോ ഡ്രൈവ് എന്ന് പറയുമ്പോൾ പെർസീവ്ഡ് സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ, നമുക്ക് ആ ഒരു ആവശ്യം നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ സ്റ്റേറ്റ് ആണ് ഡ്രൈവ് എന്ന് പറയുന്നത്. ദാറ്റ് ഒക്കേഴ്സ് വെൻ അവർ ബോഡീസ് ആർ ഡെഫിഷ്യന്റ് ഇൻ സം നീഡ്, ക്രിയേറ്റിംഗ് ആൻ ഏർജ് ടു റിലീവ് ദ ടെൻഷൻ. അപ്പൊ ഈ ഡ്രൈവ് ആണ് നമ്മളെ ആ ഒരു ഏർജിലേക്ക് എത്തിക്കുന്നത്, നമുക്ക് എങ്ങനെയെങ്കിലും ഇത് കിട്ടിയേ മതിയാവൂ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. സോ ദിസ് മീൻസ് ദാറ്റ് ദ നീഡ് ലീഡ്സ് ടു ഓർ കമ്പൽസ് ദ ഡ്രൈവ്. Thus, when an individual is hungry, he or she will seek food. The need leads to drive and makes individual to behave in such a way that the deficiency created is dealt with. Okay. അടുത്തത് ഇൻസെന്റീവ് ആണ്. ഇൻസെന്റീവ് എന്ന് പറയുന്നത് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ. സോ ദിസ് ഈസ് എക്സ്റ്റേണൽ ഓർ ഈസ് ഫ്രം ദ എൻവയോൺമെന്റ് ആസ് ഒപ്പോസ് ടു ഡ്രൈവ് ദാറ്റ് ഈസ് ഇന്റേണൽ ആൻഡ് പ്ലേസ് എ റോൾ ഇൻ മോട്ടിവേറ്റിംഗ് ദ ബിഹേവിയർ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഗെയിമിൽ വൺ ചെയ്ത് കഴിയുമ്പോൾ, ഗെയിം ജയിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ട്രോഫി വരുന്നു. അപ്പൊ ആ ട്രോഫി കിട്ടുന്നു. ആ ട്രോഫിയാണ് അവിടെ ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മളൊരു നമ്മളൊരു ജോലി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സാലറി വരുമ്പം, അതൊരു സാലറി കൂടാതെ നമുക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് വരുമ്പോൾ അതിനെ നമുക്ക് ഇൻസെന്റീവ് എന്ന് പറയാം. ഓക്കെ. സോ അപ്പൊ ആ ഇൻസെന്റീവ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തത്. അല്ലെങ്കിൽ ഗെയിം വൺ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ട്രോഫി കിട്ടുമല്ലോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഇൻസെന്റീവ് എന്ന് പറയുന്നത്. അടുത്തത് മോട്ടീവ്സ്. മോസ്റ്റ് ഓഫൻ ദ ടേംസ് മോട്ടിവേഷനും മോട്ടീവ്സും ഇത് രണ്ടും നമ്മൾ ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ പക്ഷെ അതൊരു പ്രോസസ്സാണ്. മോട്ടീവ് എന്ന് പറയുമ്പം അത് ഇന്റേണൽ മോട്ടീവ് ആവാം, എക്സ്റ്റേണൽ മോട്ടീവ് ആവാം, അല്ലെങ്കിൽ പ്രൈമറി മോട്ടീവ് ആവാം, സെക്കൻഡറി മോട്ടീവ് ആവാം. ഓക്കെ. സോ 4 ടേംസ് ആണ്: നീഡ്, ഡ്രൈവ്, ഇൻസെന്റീവ്, മോട്ടീവ്സ്. So motive is something that actually drives an individual to take certain action and motivation. So ഒരു thirst motive അല്ലെങ്കിൽ ഒരു hunger motive എന്നൊക്കെ നമ്മൾ പറയാം. അടുത്തത് ഡെഫിനിഷൻസ് ഓഫ് മോട്ടിവേഷൻ ആണ്. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതാരാണ് ആ ഡെഫിനിഷൻ കൊണ്ടുവന്നതെന്ന് പഠിച്ചിരിക്കണം. ഏത് വർഷമാണ് ആ ഡെഫിനിഷൻ വന്നിരിക്കുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കണം. സോ ഇതിനകത്ത് പല ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. The term motivation has been derived from the Latin word movere, which means to move. നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ് ആ മോട്ടിവേഷൻ എന്ന് പറയുന്ന വാക്ക്
ഒരു അർത്ഥം, അത് ലാറ്റിൻ വേർഡ് മോവിയർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് എന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന വാക്ക് വന്നത്. പല ഡെഫിനിഷൻസ് ഉണ്ട്. അതിനകത്ത് ഫെൽഡ്മാന്റെ ഡെഫിനിഷനിൽ പറയുന്നത് മോട്ടിവേഷൻ ആസ് എ ഫാക്ടേഴ്സ് ദാറ്റ് ഡയറക്റ്റ് ആൻഡ് എനർജൈസ് ദ ബിഹേവിയർ ഓഫ് ദ ഹ്യൂമൻസ് ആൻഡ് അതർ ഓർഗാനിസം. അപ്പൊ നമ്മൾക്ക് ഭക്ഷണം വേണം, അപ്പൊ നമ്മൾ ഇരയെ തേടി പോകുന്നു. അപ്പം ആ ഒരു ഫാക്ടേഴ്സ്, അപ്പൊ ഭക്ഷണം വേണം, ഹംഗ്രി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. അപ്പം ആ സ്റ്റേറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മളെ ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിഹേവിയറിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പൊ ഇരയെ തേടി പോകണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നമ്മളുടെ ആ ഒരു ഹങ്കർ മോട്ടീവ് ആണ്. ഓക്കെ, then അടുത്തൊരു ഡെഫിനിഷൻ, മോട്ടിവേഷൻ ആസ് ദ urge to move towards one's goal to accomplish the task. then അടുത്തൊരു ഡെഫിനിഷൻ, ഇതൊരു ഇന്റേണൽ സ്റ്റേറ്റ് ആണ്, ഡൈനമിക് റാദർ ദാൻ സ്റ്റാറ്റിക്. നമുക്ക് ഇന്ന് തോന്നുന്ന ഒരു മോട്ടിവേഷൻ ചിലപ്പോൾ നാളെ തോന്നണമെന്നില്ല, ഇന്നത്തെക്കാൾ കൂടുതലായിട്ടും കുറവായിട്ടും ഒക്കെ നമുക്ക് ആ മോട്ടിവേഷൻ ഫീൽ ചെയ്യാം. സോ അതൊരു ഇന്റേണൽ സ്റ്റേറ്റ് ആണ്, എൻ്റെ ഉള്ളിലാണ് ആ ഒരു മോട്ടിവേഷൻ വരുന്നത്. മറ്റുള്ളവർ എത്ര പറഞ്ഞാലും ഞാൻ ചിന്തിക്കണം എനിക്ക് ഭക്ഷണം വേണോ അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിക്കണോ എന്നുള്ളത് എൻ്റെ ചിന്തയിലാണ് വരുന്നത്. സോ അതൊരു ഇന്റേണൽ സ്റ്റേറ്റ് ആണ്, ഡൈനമിക് റാദർ ദാൻ സ്റ്റാറ്റിക് ഇൻ നേച്ചർ, ദാറ്റ് പ്രൊപ്പൽസ് ആക്ഷൻ. അപ്പൊ ആ ഒരു മോട്ടിവേഷനും വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ ആക്ട് ചെയ്തിരിക്കും. അപ്പം എൻ്റെ ആക്ഷനും ആ ഒരു ഗോൾ ഡയറക്റ്റഡ് ലെവലിലായിരിക്കും എൻ്റെ ആ ഒരു ആക്ഷൻ വരിക. അത് എന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് എത്തുന്നത് വരെ ഞാൻ ആ ഒരു ആക്ഷൻ തുടർന്നുകൊണ്ടിരിക്കും. സോ ഡയറക്ട്സ് ദ ബിഹേവിയർ ആൻഡ് ഈസ് ഓറിയന്റഡ് ടുവേർഡ്സ് സാറ്റിസ്ഫൈങ് ബോത്ത് ഇൻസ്റ്റിങ്സ് ആൻഡ് കൾച്ചറൽ നീഡ്സ് ആൻഡ് ഗോൾസ്. ദെൻ അടുത്തൊരു ഡെഫിനിഷൻ, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അറൗസിങ് ആൻഡ് സസ്റ്റെയിനിങ് ദ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. അപ്പൊ നമുക്കൊരു അറൗസൽ സംഭവിക്കുന്നുണ്ട്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് വെള്ളം കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് എക്സാം പാസ്സായേ പറ്റുള്ളൂ, എനിക്ക് നല്ല മാർക്ക് മേടിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പൊ എനിക്കൊരു നല്ലൊരു അറൗസൽ സ്റ്റേറ്റ് എനിക്ക് വരുന്നുണ്ട്. അപ്പം ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് എ കണ്ടീഷൻ ദാറ്റ് എനർജൈസസ് ദ ബിഹേവിയർ ആൻഡ് ഇറ്റ് ഗീവ്സ് ഡയറക്ഷൻ. മോട്ടിവേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഏത് രീതിയിലേക്ക് ചാനലൈസ് ചെയ്ത് വിടണം, എൻ്റെ ഒരു ബിഹേവിയർ ഏത് രീതിയിലേക്ക് പോകണം എന്ന് ചിന്തിക്കണമെങ്കിൽ എനിക്ക് ആ കറക്റ്റ് മോട്ടിവേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. ഇനി ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ആണ്. സോ ആദ്യം നമ്മൾ മോട്ടിവേഷന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി, ദെൻ അതിൻ്റെ ഒരു നേച്ചർ മനസ്സിലാക്കി, ദെൻ ഡെഫിനിഷൻസ് ഓഫ് മോട്ടിവേഷൻ മനസ്സിലാക്കി. ദെൻ അടുത്തത് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. നമുക്ക് പല രീതിയിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. അപ്പൊ പല രീതിയിലുള്ള മോട്ടീവ്സ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. സോ ഫസ്റ്റ് ബയോജനിക് മോട്ടീവ്സ്, ദെൻ സെക്കൻഡ് സൈക്കോജനിക് മോട്ടീവ്സ്, സോ തേർഡ് സോഷ്യോജനിക് മോട്ടീവ്സ്. സോ ബയോജനിക് മോട്ടീവ്സ് എന്താണെന്ന് നോക്കാം. ബയോജനിക് മോട്ടീവ്സിന്റെ വേറൊരു പേരെന്ന് പറയുന്നത് ബയോളജിക്കൽ മോട്ടീവ്സ്, അതുപോലെ പ്രൈമറി മോട്ടീവ്സ് എന്ന് പറയാം. അപ്പം ഇത്തരത്തിലുള്ള മോട്ടീവ്സ് വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബോഡിയിൽ ഒരു ഇംബാലൻസ് ഫീൽ ചെയ്യും. സോ നമ്മുടെ ബോഡി എപ്പോഴും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്, അതിലേക്കാണ് നമ്മൾ എപ്പോഴും എത്തിച്ചേരുന്നത്. അപ്പൊ ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിനാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അതൊരു ഇന്റേണൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് സംഭവിക്കുക. അപ്പം എൻ്റെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് ദാഹം വരുന്നു. അപ്പൊ എൻ്റെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു, എനിക്ക് ക്ഷീണം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിശപ്പുണ്ട് എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ആ ഭക്ഷണത്തിലേക്ക് ഞാൻ എത്തുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം തേടി ഞാൻ പോകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പൊ ഭക്ഷണം കിട്ടിക്കഴിയുമ്പം എൻ്റെ ശരീരത്തിലേക്ക് ആവശ്യം വേണ്ട ഊർജം എത്തി, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലേക്ക് ആവശ്യം വേണ്ട ജലം എത്തിക്കഴിയുമ്പം എനിക്കൊരു തിരിച്ചു ഒരു ഒപ്റ്റിമൽ സ്റ്റേജിലേക്ക് ഞാൻ എത്തുകയാണ്. സോ അത്തരത്തിലുള്ള മോട്ടീവ്സ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന മോട്ടീവ്സിനെയാണ് നമ്മൾ ബയോജനിക് മോട്ടീവ്സ് എന്ന് പറയാം. സോ സച്ച് മോട്ടീവ്സ് ആർ ട്രിഗേർഡ് വെൻ ദർ ഈസ് ഇംബാലൻസ്. ബോഡിയിൽ ഇംബാലൻസ് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള മോട്ടീവ്സ് സംഭവിക്കുക. So when there is some variation in these levels, the individual is motivated for restoring the state of equilibrium. തിരിച്ച് ആ equilibrium സ്റ്റേറ്റിലേക്ക് നമ്മളെ എത്തിക്കും ഇത്തരത്തിലുള്ള മോട്ടീവ്സ്. സോ ദേ ആർ പ്രസന്റ് ഫ്രം ബർത്ത് ആൻഡ് ആർ യൂണിവേഴ്സൽ ഇൻ നേച്ചർ. എല്ലാ മനുഷ്യരിലും മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മോട്ടീവ് ഉണ്ട്. സോ അതിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ഇന്നേറ്റ് ആണ്, ബയോളജിക്കൽ കോസസ് ഓഫ് മോട്ടിവേഷൻ ആണ് വരുന്നത്. അതിപ്പോ ഹോർമോൺസ് കാരണമാവാം, ന്യൂറോ ട്രാൻസ്മിറ്റർ, ബ്രെയിൻ സ്ട്രക്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ബയോജനിക് മോട്ടീവ്സിൽ ആദ്യം വരുന്നത് ഹങ്കർ മോട്ടീവാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തിലേക്ക് വീണ്ടും ആ വെള്ളം എത്തുന്നത് വരെ നമ്മൾക്ക് ആ ഒരു ഡ്രൈവ് ഉണ്ടാവുന്നു. വെള്ളം എത്തിക്കഴിയുമ്പോൾ നമ്മളൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തുന്നു. അതുപോലെ തന്നെ ഹങ്കറിന്റെ കേസിൽ പറയുമ്പോൾ നമ്മൾക്ക് വിശപ്പുണ്ടാവുന്നു, നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ഊർജം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളുടെ ആ ഒരു ഹങ്കർ മോട്ടീവ് സംഭവിക്കുക. സോ
The food we take is digested and nutritious substances are absorbed. The biological process get their energy from the food in order to sustain the life. So when these substances are exhausted, some imbalance exists. അപ്പോൾ ആ ഇംബാലൻസ് വരുമ്പോഴാണ് നമ്മുടെ സ്റ്റൊമക്കിൽ ഹങ്കർ പ്രാങ്സ്, അപ്പോൾ നമുക്ക് വിശപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ സ്റ്റൊമക്കിൽ അത്തരത്തിലുള്ള ഒരു പെയിനും ഡിസ്കംഫർട്ടും ഒക്കെ വരുന്ന അവസ്ഥയാണ് സംഭവിക്കുക. അതിനെയാണ് നമ്മൾ ഹങ്കർ പാങ്സ് എന്ന് പറയും. സോ അപ്പം നമ്മുടെ സ്റ്റൊമക്ക് കോൺട്രാക്ട് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഇനിഷ്യേറ്റ്സ് ദ ഹങ്കർ ഡ്രൈവ്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു റീസൺ ആയിട്ട് പറയുന്നത്. അപ്പം ഹങ്കറിന് പല റീസൺസ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ബോഡിയിൽ ആ മെറ്റബോളിക് ഫങ്ഷൻസിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു, ലിവർ ഫങ്ഷൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഫുഡ് കുറഞ്ഞു കഴിയുമ്പം അതും നമ്മുടെ ഹങ്കറിന് ഒരു കാരണമാകുന്നു. അതുപോലെ ഹൈപ്പോതലാമസിൽ 2 ഏരിയാസും ഉണ്ട്, അതും ഈ ഹങ്കറിന്റെ കാരണമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. സോ അതിൽ 2 ഏരിയാസിൽ പറയുന്ന ഒന്ന് വെൻട്രോമീഡിയൽ ഏരിയ ഓഫ് ഹൈപ്പോതലാമസ്, ഇതാണ് ഒരു ഏരിയ ആയിട്ട് പറയുന്നത്. അതുപോലെ ലാറ്ററൽ ഹൈപ്പോതലാമസ്. ഈ ലാറ്ററൽ ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഈറ്റിംഗ് ബിഹേവിയറിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഒരു എർജ് മാറിക്കിട്ടുന്നു. സോ അതുപോലെ ഈറ്റിംഗ് ബിഹേവിയറിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ഫാക്ടേഴ്സും ഉണ്ട്. നമുക്ക് ചില ഫുഡിന്റെ സ്മെല്ല് വരുമ്പോൾ, അതുപോലെ ഇൻഡൈജഷൻ വരുമ്പോൾ, ടേസ്റ്റ് ഓഫ് ദ ഫുഡ്, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പം ഭക്ഷണം വേണ്ട എന്ന് തോന്നുന്ന വികാരവും സംഭവിക്കുന്നുണ്ട്. അടുത്തത് തേഴ്സ്റ്റ് മോട്ടീവ് ആണ്. തേഴ്സ്റ്റ് മോട്ടീവില് നമുക്ക് ദാഹം ആണ് വരുന്നത്. സോ വെൻ ദ മൗത്ത് ഈസ് ഡ്രൈ, നമ്മുടെ വായ വരണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് തേഴ്സ്റ്റ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ തേഴ്സ്റ്റ് ഫീലിംഗ് ഉണ്ടാവുന്നു. അതിൽ ഏറ്റവും ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ആന്റി ഡയററ്റിക് ഹോർമോൺ ADH എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ വാട്ടർ ലെവല് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ വാട്ടർ ഒരുപാട് കിഡ്നിയിൽ നിന്ന് ലൂസായി പോവാതിരിക്കാൻ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നതും ഈ ADH അഥവാ ആന്റി ഡയററ്റിക് ഹോർമോണാണ്. സോ അപ്പൊ ഈ തേഴ്സ്റ്റ് ഡ്രൈവ് വരുന്ന സമയത്ത് നമ്മൾക്ക് തോന്നുന്നു നമ്മളുടെ ആ സെൽസിൽ നിന്ന് വാട്ടർ അധികമായിട്ട് പോയി, അല്ലെങ്കിൽ നമ്മളെ വാട്ടർ ഇനഫ് ആയിട്ട് ഇല്ല, സെൽസിൽ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ, അതുപോലെ ബ്ലഡിന്റെ വോളിയം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു സമയത്താണ് നമുക്ക് ആ ഒരു തേഴ്സ്റ്റ് ഡ്രൈവ് ഉണ്ടാവുന്നത്. നമ്മൾ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ അത് തിരിച്ച് ഒരു ഹോമിയോസ്റ്റാസിസ് ലെവലിലേക്ക് എത്തുന്നു. അടുത്തത് സെക്സ് മോട്ടീവ് ആണ്. സെക്സ് മോട്ടീവ് സെക്ഷൽ ഡ്രൈവ് ആണ് അതിനകത്ത് വരുന്നത്. ഇതും ഒരു ഫിസിയോളജിക്കൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. പക്ഷെ നമ്മളുടെ വെള്ളം പോലെയോ അല്ലെങ്കിൽ വിശപ്പ് പോലെയോ അത്രയും നമ്മളുടെ ഒരു സർവൈവൽ നീഡ് ഈ സെക്ഷൽ ഡ്രൈവിൽ വരുന്നില്ല. സെക്ഷൽ ഡ്രൈവ് നമുക്ക് ഉണ്ടാക്കുന്നത് ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഈസ്ട്രോജൻ ആണ്, അതുപോലെ മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഓക്കെ, അപ്പം ഈ 2 ഹോർമോൺസ് ആണ്. അപ്പൊ ഈ ഹോർമോണൽ ഇംബാലൻസസ് വരുമ്പോഴും അതുപോലെ ഈ ഹോർമോൺസിന്റെ പ്രവർത്തനം കൊണ്ടുമാണ് നമുക്ക് ഈ സെക്ഷൽ ഡ്രൈവ് സംഭവിക്കുക. പിന്നെ ഇത് കൂടാതെയുള്ള ബയോജനിക് ഡ്രൈവ്സ്, അപ്പൊ നമ്മളുടെ ആദ്യം പറഞ്ഞത് ഹങ്കർ ഡ്രൈവ്, ദെൻ തേഴ്സ്റ്റ് ഡ്രൈവ്, സെക്സ് ഡ്രൈവ്. ഇത് കൂടാതെ ഉള്ള ബയോജനിക് മോട്ടീവ്സ് ആണ് ഓക്സിജൻ കിട്ടാതിരിക്കുമ്പോൾ അവസ്ഥ. അപ്പൊ നമുക്ക് ഓക്സിജൻ ഇനഫ് ആയിട്ടുള്ള ഓക്സിജൻ ഇല്ലാത്തൊരു അവസ്ഥ, അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു വെന്റിലേഷൻ ഇല്ലാതിരിക്കുമ്പോൾ നമുക്കൊരു സഫക്കേഷൻ ഉണ്ടാവുന്നു. നമുക്ക് പെട്ടെന്ന് നമ്മൾ പുറത്തേക്ക് ചാടണം എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുന്നത് ആ ഒരു നീഡ് ഫോർ ഓക്സിജൻ കൊണ്ടാണ്. ദെൻ മോട്ടീവ് ഫോർ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. അധികം ചൂട് വരിക, അല്ലെങ്കിൽ അധികം തണുപ്പ് വരുമ്പോൾ നമ്മൾ നമ്മൾ പല രീതിയിലുള്ള നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. ദെൻ നീഡ് ഫോർ സ്ലീപ്പ്. ഇനഫ് സ്ലീപ്പ് ഇല്ലെങ്കിൽ നമ്മളത് നമ്മുടെ ബോഡിക്ക് ഒരു ഇംബാലൻസ് സ്റ്റേറ്റിലേക്ക് നമ്മളെ എത്തിക്കാറുണ്ട്. ദെൻ അവോയ്ഡൻസ് ഓഫ് പെയിൻ. നമുക്കൊരു പെയിൻ വന്നാൽ പെയിൻ അവോയ്ഡ് ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി. ദെൻ ഡ്രൈവ് ഫോർ എലിമിനേഷൻ ഓഫ് വേസ്റ്റ്. നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾക്ക് അതിപ്പോൾ യൂറിൻ ആണെങ്കിലും അതുപോലെ സ്റ്റൂൾ ആണെങ്കിലും അത് എലിമിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്കത് ബുദ്ധിമുട്ടുണ്ടാവുന്നു. സോ അപ്പം അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവ്. ദെൻ മെറ്റേണൽ ഡ്രൈവ്, അതായത് എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ കെയർ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ ആ ഒരു മെറ്റേണൽ ഡ്രൈവ് ആയിട്ടാണ് പറയുന്നത്. സോ ഇത്രയാണ് ബയോജനിക് മോട്ടീവ്സിൽ വരുന്നത്. ദെൻ അടുത്തത് സൈക്കോജനിക് മോട്ടീവ്സ്. സോ അതൊരു സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ വിതിൻ ദ പേഴ്സൺ വരുന്നതാണ്. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബയോളജിക്കൽ ഒരു ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല. അല്ലാതെ വരുന്ന മോട്ടീവ്സ് ആണ് സൈക്കോജനിക് മോട്ടീവ്സ്. സോ എക്സ്പ്ലോറേഷൻ, അതിനകത്ത് ഫസ്റ്റ് വരുന്നത് എക്സ്പ്ലോറേഷൻ ഓഫ് ദ എൻവയോൺമെന്റ്. ഏതൊരു പുതിയ സ്ഥലത്തിലേക്ക് ചെല്ലുമ്പം ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള ഒരു തോന്നൽ, അതിനെയാണ് നമ്മൾ
എക്സ്പ്ലോറേഷൻ ഓഫ് ദ എൻവയോൺമെന്റ് മോട്ടീവ് എന്ന് പറയുന്നത്. സോ വി ഓൾ ഹാവ് ദിസ് ഡിസയർ ടു നോ മോർ അബൌട്ട് എ ന്യൂ പ്ലേസ് ദാൻ എ പ്രീവിയസ്ലി വിസിറ്റഡ് വൺ. ഓക്കെ, അത് മൃഗങ്ങൾക്കും അതുപോലെ മനുഷ്യർക്കും ഈ പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് കോമ്പീറ്റൻസ് മോട്ടീവ്. കോമ്പീറ്റൻസ് മോട്ടീവ് എന്ന് പറയുമ്പം എൻവയോൺമെന്റ് അല്ലെങ്കിൽ സിറ്റുവേഷനിൽ വരുന്ന ചാലഞ്ചസിനെ മാസ്റ്റർ ചെയ്യുക, അതിനെ അത് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ടെൻഡൻസി ടു എക്സ്പ്ലോർ ആൻഡ് ഇൻഫ്ലുവൻസ് വൺസ് എൻവയോൺമെന്റ്. നമ്മൾ ഏതൊരു എൻവയോൺമെന്റ് സാഹചര്യത്തിലാണെങ്കിലും ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾക്ക് എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ നിൽക്കാൻ സാധിക്കും, അപ്പൊ നമ്മൾ അവിടെ ആ ഒരു മെച്ചപ്പെട്ട ഒരു വ്യക്തി ആവണം എന്നുള്ള ആ ഒരു എബിലിറ്റിയാണ് നമ്മുടെ കോമ്പീറ്റൻസ് മോട്ടീവ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഫോഴ്സ് ഓഫ് ഹാബിറ്റ്സ്. ഫോഴ്സ് ഓഫ് ഹാബിറ്റ്സിൽ വരുന്നതാണ് നമുക്കിപ്പോൾ ടുബാക്കോ അല്ലെങ്കിൽ ടുബാക്കോ ചൂയിങ്, ദെൻ സ്മോക്കിംഗ്, ആൽക്കഹോൾ കൺസപ്ഷൻ, ഇതൊക്കെ വരുന്നത് ആ ഹാബിറ്റ്സ് കൊണ്ടാണ്. അപ്പം ഈ ഒരു ഹാബിറ്റ് ഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് അത് നമ്മളെ കമ്പൽ ചെയ്യിക്കുകയാണ്, വീണ്ടും വീണ്ടും ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു ഡ്രൈവ് അവിടെയും സംഭവിക്കുകയാണ്. സോ അതാണ് ഫോഴ്സ് ഓഫ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. നമുക്ക് ഒരു പെർട്ടിക്കുലർ ഒരു സ്പോർട്സിലോട് നമുക്കൊരു ഇൻട്രസ്റ്റ് വരുന്നു, ഒരു പെർട്ടിക്കുലർ TV ചാനലിലോട് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നു, മ്യൂസിക്കിലോട്ട് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നു. അപ്പം ആ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ച് ഞാൻ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു, കൂടുതൽ കൂടുതൽ അറിയാൻ ഞാൻ ശ്രമിക്കുന്നു. സോ അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇൻട്രസ്റ്റിൽ പറയുന്നത്. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷനിൽ വരുന്നത് മാസ്ലോന്റെ നീഡാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീഡാണ്. പിന്നീട് നമ്മൾ ആ തിയറീസിൽ അത് പറയുന്നുണ്ട്, പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട് വിശദമായിട്ട് തന്നെ. സോ മാസ്ലോന്റെ നീഡ് പറയുന്നത് ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് നമ്മളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ആദ്യം നമ്മളൊരു ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ്. അപ്പം ഈ ഒരു നീഡ് നമ്മുടെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ പിന്നെ അടുത്തൊരു നീഡിൽ നമ്മൾ ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുക, ഒരു ഓർഡർ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. സോ അതിനുശേഷം ആ ഒരു നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ആരോടെങ്കിലും ഒരു അഫെക്ഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അഫിലിയേഷൻ ഉണ്ടാവുന്നു, എന്തെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് അടുത്തത്. അത് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് എന്ന് പറയുന്നു. അതിനുശേഷം വരുന്നത് നമുക്കൊരു എസ്റ്റീം നീഡാണ് വരിക. സോ അപ്പൊ നമുക്കൊരു പ്രസ്റ്റീജ് വേണം, നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളെ ആരെങ്കിലും റെസ്പെക്ട് ചെയ്യണം, നമ്മളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയണം, അല്ലെങ്കിൽ നമ്മൾക്കും അങ്ങനെ തന്നെ തോന്നണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നീഡ് ഫോർ എസ്റ്റീം എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ ഓരോ സ്റ്റെപ്പ് നമ്മൾ കയറി കയറി ഒടുവിൽ നമ്മളൊരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് നമ്മൾ എത്തുകയാണ്. അതാണ് ലാസ്റ്റ് പറയുന്ന ഒരു നീഡ് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മുടെ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയും. നമ്മളൊരു ക്ലിയർ ഒരു കോൺസെപ്റ്റ് സെൽഫ് റിയലൈസേഷനിലേക്ക് നമ്മൾ എത്തുന്ന ഒരു സ്റ്റേജ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പൊ ആ ഒരു നീഡിലേക്ക് നമ്മൾ എത്തുകയാണ് പടിപടിയായിട്ട് എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ പറയുന്നത്. ദെൻ അടുത്തത് ഒരു അൺകോൺഷ്യസ് മോട്ടിവേഷൻ ആണ്. സോ അൺകോൺഷ്യസ് മോട്ടിവേഷനിൽ പറയുന്നത് ഞാൻ പോലും അറിയാതെ, അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺഷ്യസ് അവയർനെസ്സിലല്ലാതെ ഞാൻ പലതും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പല രീതിയിലും എൻ്റെ ബിഹേവിയറിനെ പല അൺകോൺഷ്യസ് ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള മോട്ടീവ്സിനെയാണ് നമ്മൾ അൺകോൺഷ്യസ് മോട്ടീവ്സ് അല്ലെങ്കിൽ ഡിസൈർസ് എന്ന് പറയുന്നത്. അത് റിപ്രസ് ചെയ്ത് നമ്മളുടെ അൺകോൺഷ്യസ് ലെവലിൽ തന്നെ അത് റിപ്രസ് ചെയ്ത് കിടക്കുകയാണ്. സോ പക്ഷെ അത് നമ്മളുടെ ആ ഒരു ബിഹേവിയറിൽ നമ്മൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ചിലപ്പോൾ നമ്മൾ പോലും ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു പെർട്ടിക്കുലർ രീതിയിൽ പെരുമാറിയത് എന്ന് പറയുമ്പം നമുക്കത് മനസ്സിലാവുന്നില്ല, നമ്മുടെ കോൺഷ്യസ് ലെവലിലേക്ക് അത് വരുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു അൺകോൺഷ്യസ് മോട്ടീവ് അതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് നമുക്ക് ചില സമയത്ത് ഇപ്പം സ്ലിപ്പ് ഓഫ് ദ പെൻ സംഭവിക്കുക, അല്ലെങ്കിൽ സ്ലിപ്പ് ഓഫ് ദ ടങ് സംഭവിക്കുക, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വരിക, ദെൻ സോംനാംബുലിസം പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് വരുന്നത്. ഇതിനെല്ലാം കാരണങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള അൺകോൺഷ്യസ് മോട്ടിവേഷൻ ആയിട്ടാണ് പറയുന്നത്. ദെൻ അതുപോലെ മോട്ടിവേഷൻ, അത്തരത്തിലുള്ള മോട്ടിവേഷൻ അൺകോൺഷ്യസ് മോട്ടീവ്സ് ആണ് പല രീതിയിലുള്ള പാരാലിസിസ് ലൈക്ക് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് നമ്മളിൽ സംഭവിക്കുന്നതും ഇത്തരത്തിലുള്ള അൺകോൺഷ്യസ് മോട്ടിവേഷൻ ഉള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. സോ നമ്മൾ ആദ്യം ബയോജനിക് മോട്ടീവ്സ് ആണ് പഠിച്ചത്, അതിനുശേഷം സൈക്കോജനിക് മോട്ടീവ്സ് ആണ്, ദെൻ സോഷ്യോജനിക് മോട്ടീവ്സ് ആണ്. സോഷ്യോജനിക് മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൽ തന്നെ ഉണ്ട് സോഷ്യൽ ഗ്രൂപ്പ്സും അതുപോലെ പിയർ ഗ്രൂപ്പ്, ഫാമിലി, ഈ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു നീഡാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത്.
സോ അപ്പം നമ്മൾ ഈ നീഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഓരോ വ്യക്തികളിലും അതൊരു വ്യത്യാസം ഉണ്ടാവും. ഡിപ്പെൻസ് ഓൺ പേഴ്സണാലിറ്റി. നമ്മളൊരു ടൈപ്പ് എ ടൈപ്പ് ബി പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഒരു എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി, ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ടൈപ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സോഷ്യോ ജെനിക് നീഡ്സിലും വ്യത്യാസങ്ങൾ സംഭവിക്കാം. ലൈക്ക് ഇപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ബീയിങ് ആണെങ്കിൽ അവിടെ ഒരു സോഷ്യൽ മോട്ടീവ്സിന്റെ അളവ് കുറവായിരിക്കും. സമയം ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ബീയിങ് ആണെങ്കിൽ അവിടെ ഒരു സോഷ്യൽ മോട്ടീവ്സ് അല്ലെങ്കിൽ ഒരു നീഡ് ഫോർ അതേഴ്സ് പേഴ്സൺസ് റെസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു റെക്കഗ്നീഷൻ്റെ ഒക്കെ ഒരു നീഡ് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാൻ സാധിക്കും. സോ സോഷ്യോജനിക് മോട്ടീവ്സിൽ വരുന്നതാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യണം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റുള്ളവരെക്കാൾ കൂടുതൽ എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷനാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. ദെൻ അഫിലിയേഷൻ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവണം, അതുപോലെ മറ്റുള്ളവരുമായിട്ടൊരു കോപ്പറേറ്റീവ് ലെവലിൽ നമ്മൾ നിൽക്കണം എന്നുള്ള മോട്ടിവേഷൻ. ദെൻ അഗ്രഷൻ മോട്ടിവേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്തും റിവെഞ്ച് എടുത്തും ഒക്കെ ആയിട്ട് മറ്റുള്ളവരെ ചിലപ്പം ഈ പറഞ്ഞ പോലെ കളിയാക്കിയും അല്ലെങ്കിൽ അവരെയൊക്കെ പുച്ഛിച്ചും ഒക്കെ എങ്ങനെയെങ്കിലും നമ്മളുടെ ആ ഒരു നീഡിലേക്ക് നമ്മൾ അല്ലെങ്കിൽ നീഡ് സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തണം എന്ന് പറയുന്ന മോട്ടീവാണ് അഗ്രഷൻ മോട്ടീവ്. ദെൻ നർച്ചറൻസ് മോട്ടീവ്, മറ്റുള്ളവരെ കെയർ ചെയ്യണം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, അവർക്കൊരു പ്രശ്നം വരുമ്പം അവരെ സഹായിക്കണം എന്ന് പറയുന്നതാണ് നർച്ചറൻസ് മോട്ടീവ്. ദെൻ അടുത്തത് ഡോമിനൻസ് മോട്ടീവ്. ഡോമിനൻസ് മോട്ടീവ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളൊരു ലീഡർ ലെവലിലേക്ക് എത്തണം എന്നുള്ളതാണ് ഡോമിനൻസ് മോട്ടീവിൽ പറയുന്നത്. അത് കൂടാതെ അക്വിസിറ്റീവ് മോട്ടീവ് ഉണ്ട്. അക്വിസിറ്റീവ് മോട്ടീവിൽ നമ്മളൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി നമ്മളിലേക്ക് എത്തണം എന്ന് പറയുന്ന ഒരു മോട്ടീവാണ്. സോ അതൊരു മണി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ബേസ്ഡ് ആയിരിക്കാം. സോ അതാണ് അക്വിസിറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. ദെൻ പവർ മോട്ടീവ്, അപ്പം മറ്റുള്ളവരെക്കാൾ കൂടുതൽ പവർഫുൾ ആയിരിക്കുക, അതുപോലെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്ട്രോങ് ആവാനുള്ള ഒരു നീഡാണ് പവർ മോട്ടീവിൽ വരുന്നത്. ഓക്കെ, സോ ഇത്രയായിരുന്നു നമ്മളുടെ മോട്ടീവ്സിൽ പഠിച്ചത്. സോ ബയോജനിക് മോട്ടീവ്സ് നമ്മൾ നോക്കി. സോ ബയോജനിക് മോട്ടീവ്സ് പറയുമ്പോൾ എപ്പോഴും ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഉണ്ടാവുന്ന മോട്ടീവ്സ് ആണ് ബയോജനിക് മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ. അതിന്റെ മെയിൻ വരുന്നത് തേഴ്സ്റ്റ് മോട്ടീവ്, ഹങ്കർ മോട്ടീവ്, സെക്സ് മോട്ടീവ്, അതുകൂടാതെ നീഡ് ഫോർ ഓക്സിജൻ, ദെൻ നീഡ് ഫോർ റെഗുലേറ്റിംഗ് ദ ബോഡി ടെമ്പറേച്ചർ, അങ്ങനെ പല മോട്ടീവ്സും വരുന്നുണ്ട്. ദെൻ അടുത്തത് സൈക്കോജനിക് മോട്ടീവ്സ് ആണ്. അതിനകത്ത് എക്സ്പ്ലോറേഷൻ ഓഫ് ദ എൻവയോൺമെന്റ്, ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ മുതലായ മോട്ടീവ്സ് ആണ് വരിക. ദെൻ സോഷ്യോജനിക് മോട്ടീവ്സിൽ ആണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ, അഫിലിയേഷൻ മോട്ടിവേഷൻ, അഗ്രഷൻ മോട്ടിവേഷൻ, നർച്ചറൻസ്, ഡോമിനൻസ്, അക്വിസിറ്റീവ് മോട്ടീവ്, ദെൻ പവർ മോട്ടീവ്. ഇത്രയാണ് സോഷ്യോജനിക് മോട്ടീവ്സ് വരെ. ഇതൊക്കെ ഈ മൂന്നെണ്ണമാണ് ടൈപ്സ് ഓഫ് മോട്ടീവ്സിൽ നമ്മൾ പഠിക്കാനുള്ളത്. അടുത്തത് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ആണ്. നമുക്ക് മോട്ടിവേഷൻ പല രീതിയിൽ വരാം. ഒന്ന് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ദെൻ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ വരിക. സോ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന റിവാർഡ് അല്ലെങ്കിൽ പണിഷ്മെന്റിനനുസരിച്ച് എൻ്റെ മോട്ടിവേഷൻ മാറുന്നു, അതനുസരിച്ച് എൻ്റെ ബിഹേവിയറും മാറുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. ഇപ്പൊ ഞാൻ പഠിച്ചില്ലെങ്കിൽ എന്നെ അടിക്കും, അല്ലെങ്കിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചാൽ എനിക്കൊരു സൈക്കിൾ അച്ഛന് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞു. സോ ഇത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. സോ അപ്പം പണിഷ്മെന്റിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ എനിക്കൊരു റിവാർഡ് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നതിനാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. അടുത്തത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു നീഡ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ റിവാർഡിനെ ബേസ് ചെയ്തിട്ടല്ല, എനിക്ക് വ്യക്തമായ ഒരു ഗോളുണ്ട്, എനിക്ക് വ്യക്തമായ ഒരു വിഷൻ ഉണ്ട്, ആ വിഷൻ അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ച് ഞാൻ തന്നെ എൻ്റെ ഒരു സെൽഫ് റിവാർഡ് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമറി മോട്ടിവേഷൻ ആൻഡ് സെക്കൻഡറി മോട്ടിവേഷൻ ആണ്. സോ പ്രൈമറി മോട്ടിവേഷൻ എന്ന് പറയുമ്പം ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ്, സെക്സ്, അവോയ്ഡൻസ് ഓഫ് പെയിൻ, ഇങ്ങനെ ഉള്ള മോട്ടീവ്സിനെയാണ് നമ്മൾ പ്രൈമറി മോട്ടീവ്സ് എന്ന് പറയാം. അപ്പം ഈ ഒരു ഇത്തരത്തിലുള്ള മോട്ടീവ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന മോട്ടിവേഷൻ നമ്മൾ പ്രൈമറി മോട്ടിവേഷൻ എന്നാണ് പറയാം. സോ പ്രൈമറി മോട്ടിവേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബയോജനിക് മോട്ടീവ്സ് ആണ്. ദെൻ സെക്കൻഡറി മോട്ടിവേഷൻ. സെക്കൻഡറി മോട്ടിവേഷൻ എന്ന് പറയുമ്പം ഈ തരത്തിൽ ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ്, സെക്സ് ഇതിനെ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി നമ്മൾക്ക് കിട്ടുന്ന മോട്ടീവ്സിനെയാണ് സെക്കൻഡറി മോട്ടീവ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ഇപ്പോൾ ഒരു മണി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള മോട്ടീവ്സ് കൊണ്ട് എന്താണ് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രൈമറി മോട്ടീവ്സ് ആണ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുക. സോ അപ്പൊ അത്തരത്തിലുള്ള ടോക്കൺസ് ആണ് കൂടുതലും സെക്കൻഡറി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. So they are also related to the priorities and values of the individual.
ദെൻ അടുത്തത് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ്. സോ നമ്മൾ മീനിങ് നോക്കി, അതിനുശേഷം നമ്മൾ കോൺസെപ്റ്റ് നോക്കി, ദെൻ ഡെഫിനിഷൻ നമ്മൾ നോക്കി, ദെൻ ടൈപ്സ് ഓഫ് മോട്ടീവ്സ് നമ്മൾ നോക്കി, ദെൻ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ നമ്മൾ നോക്കി. അടുത്തത് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സിദ്ധാന്തങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് എവല്യൂഷണറി അപ്രോച്ച് ആണ്. അപ്പൊ എന്താണ് കാരണം, അപ്പൊ മോട്ടിവേഷൻ വരാനുള്ള ഒരു കാരണം എന്താണെന്നുള്ളത്. ഇപ്പൊ ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവില് നമ്മൾ പറയുമ്പം ഇതെല്ലാം ഇൻസ്റ്റിങ്ക്റ്റിലാണ്, അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഉള്ളതാണ്. അപ്പൊ ഈ ഒരു മോട്ടിവേഷൻ, ഈ ഒരു തിയറി അനുസരിച്ച് പറയുന്നത് നമ്മൾ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരാൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു പർപ്പസിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ വാട്ട് ഈസ് മോസ്റ്റ് അഡ്വാൻറ്റേജസ് ഇൻ ടേംസ് ഓഫ് പാസിംഗ് വൺ ജീൻസ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. സോ അതിലിപ്പോൾ മൈഗ്രേഷൻ പാറ്റേൺസ്, മേറ്റിംഗ്, നെസ്റ്റ് ബിൽഡിങ്, ഈ പല കാര്യങ്ങളും നമ്മളുടെ ആ ഒരു മോട്ടിവേഷൻ്റെ റീസൺ ആയിട്ട് പറയുന്നുണ്ട്. സോ അതിനകത്ത് മെയിൻ ഇപ്പം പറയുന്നത് ഒരു റിപ്രൊഡക്ഷൻ പറയുമ്പോഴാണെങ്കിലും ഒരു സെക്ഷൽ ബിഹേവിയറിന്റെ ഒരു റീസൺ പറയുമ്പോഴും ഒക്കെ അപ്പൊ എല്ലാം ആ ഒരു എവല്യൂഷണറി ബേസിസിലാണ് പറയുന്നത്. അപ്പം എൻ്റെ അതേ ജീൻ ഉണ്ടാവണം ഇനിയും എന്ന് പറയുന്ന ഒരു ഉദ്ദേശമാണ് അവിടെ വരുന്നത്. സോ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഈ സെയിം ജീൻസ് പാസ് ചെയ്ത് പോകണം എന്നുള്ളതാണ് ആ എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ പറയുന്നത്. സോ ബിഹേവിയർ വാസ് ഡ്രിവൺ ബൈ എ നമ്പർ ഓഫ് സർവൈവൽ ഇൻസ്റ്റിങ്സ്. അപ്പൊ ഞാൻ ജീവിച്ചിരുന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ രീതിയിലുള്ള ആളുകൾ ഇനിയും ജനിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു എവല്യൂഷണറി അപ്രോച്ച് ആണ് അവിടെ വരുന്നത്. സോ എ മദേഴ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ഹെർ ബേബി, ദെൻ ഫോർട്ട്നെസ് ഫോർ ഷുഗർ ആൻഡ് ഹണ്ടിങ് പ്രേ were among the human behaviors proposed as true instincts during the James era. ദെൻ അടുത്തത് ഡ്രൈവ് റിഡക്ഷൻ മോഡലാണ്. ഡ്രൈവ് റിഡക്ഷൻ മോഡലാണ് നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ആ മോട്ടിവേഷണൽ സൈക്കിളിൽ നമ്മൾ പഠിച്ചതാണ്. സോ അപ്പൊ അവിടെ നമുക്ക് ആദ്യം ഒരു നീഡാണ് ഉണ്ടാവുക. ആ നീഡ് ഉണ്ടായി കഴിയുമ്പോൾ ഒരു സൈക്കോളജിക്കൽ ടെൻഷൻ നമുക്ക് ഉണ്ടാവുന്നു. ആ ടെൻഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ഡ്രൈവ് നമ്മൾ വരികയാണ്. അപ്പം ഈ ടെൻഷനെയാണ് നമ്മൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വേറൊരു, ഈ ഒരു തിയറിയുടെ വേറൊരു പേര് എന്ന് പറയുന്നത് പുഷ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്നാണ് പറയാ. അപ്പോൾ നമ്മളെ പുഷ് ചെയ്ത് ആ ഒരു ഗോളിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. സോ ഡ്രൈവ് റിഡക്ഷൻ സംഭവിക്കുന്നത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഡ്രൈവ് റെഡ്യൂസ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. സോ ലാക്ക് ഓഫ് സം ബേസിക് ബയോളജിക്കൽ നീഡ് that produces a drive to push an organism to satisfy that need. Okay, സോ അതാണ് ഡ്രൈവ് റിഡക്ഷൻ മോഡൽ. സോ ആദ്യം നമ്മൾ പറഞ്ഞത് എവല്യൂഷണറി അപ്രോച്ച് ആണ്. അപ്പൊ എന്ത് നമ്മൾ ബിഹേവ് ചെയ്യുന്നതിന്റെയും റീസൺ എന്ന് പറയുന്നത് ഒരു സർവൈവൽ ആസ്പെക്ട് ആണെന്നാണ് എവല്യൂഷണറി അപ്രോച്ചിൽ പറയുക. ദെൻ ഡ്രൈവ് റിഡക്ഷനിൽ പറയുന്നത് നമ്മൾ എന്ത് ചെയ്ത് കഴിയുമ്പോഴും നമുക്കൊരു എന്തൊരാവശ്യം നമ്മളുടെ ഒരു ഫിസിയോളജിക്കൽ നീഡ് വരുമ്പോഴും നമ്മൾ അതൊരു ഡ്രൈവിലേക്ക് എത്തുന്നു. ആ ഡ്രൈവ് നമ്മളെ ഒരു പെർട്ടിക്കുലർ രീതിയിലേക്ക് ബിഹേവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ആ ബിഹേവിയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു ഡ്രൈവ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഡ്രൈവ് തിയറിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി ഡ്രൈവ്സ് ഉണ്ട്, സെക്കൻഡറി ഡ്രൈവ്സ് ഉണ്ട്. അടുത്തത് ഒപ്റ്റിമൽ അറൗസൽ മോഡൽ. ഒപ്റ്റിമൽ അറൗസൽ മോഡലിൽ പറയുന്നത് ഒരു നല്ല രീതിയിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് നമ്മൾ സംഭവിക്കണമെങ്കിൽ ഒപ്റ്റിമൽ അറൗസൽ സ്റ്റേജ് നമുക്ക് ഉണ്ടാവണം എന്ന് പറയാം. ഇതിനൊരു പിക്ചർ കാണിക്കുന്നുണ്ട്. സോ ഒരു പെർഫോമൻസ് എപ്പോഴും നന്നായി വരണമെങ്കിൽ ഒരു ഒപ്റ്റിമൽ അറൗസലാണ് സംഭവിക്കുക. അപ്പൊ നമുക്കൊരു ലോ പെർഫോമൻസിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലോ മോട്ടിവേഷൻ ആയിട്ടും, അതുപോലെ ഒരുപാട് ഹൈ മോട്ടിവേഷൻ വരുമ്പോൾ, ഒത്തിരി ഹൈ ആയിട്ടുള്ളൊരു അവസ്ഥ സംഭവിക്കുമ്പോൾ നമ്മുടെ പെർഫോമൻസ് ഇമ്പയർഡ് ആവുക. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രോങ് ആങ്സൈറ്റി സിറ്റുവേഷനിലേക്ക് വരികയാണ്. അതായത് എനിക്ക് എങ്ങനെയെങ്കിലും നേടണം എന്ന് പറയുന്ന ഒരു അമിതമായ ഒരു ഉത്കണ്ഠ അവസ്ഥയിലേക്ക് വരുമ്പോൾ എൻ്റെ പെർഫോമൻസ് മോശമാവുന്നു. സോ ഒരു ഒപ്റ്റിമൽ അറൗസൽ സംഭവിച്ചാൽ നമുക്കൊരു ഒപ്റ്റിമൽ ലെവലിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളതാണ് ഒപ്റ്റിമൽ അറൗസൽ മോഡലിൽ പറയുന്നത്. അടുത്തത് ഇൻസെന്റീവ് തിയറിയാണ്. ഇപ്പൊ ഇൻസെന്റീവ് തിയറിയിൽ പറയുന്നത് നമ്മൾ എന്തൊരു ബിഹേവിയറിനെ കാരണം നമുക്കൊരു എക്സ്റ്റേണൽ റിവാർഡ് അല്ലെങ്കിൽ ഇൻസെന്റീവ് കിട്ടുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇൻസെന്റീവ് തിയറിയിൽ പറയാം. സോ ഒരു ചോക്ലേറ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടി ഹോംവർക്ക് സമയത്തിന് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ അപ്പൊ ആ ചോക്ലേറ്റിനെയാണ് നമ്മൾ ഒരു എക്സ്റ്റേണൽ റിവാർഡ് അല്ലെങ്കിൽ ഇൻസെന്റീവ് എന്ന് പറയുക. അപ്പൊ ആ ഇൻസെന്റീവ് ആണ് മോട്ടിവേഷന്റെ റിസൾട്ട് എന്നുള്ളതാണ് ഇൻസെന്റീവ് തിയറിയിൽ പറയുന്നത്.
അടുത്തത് കോഗ്നിറ്റീവ് അപ്രോച്ചസ് ടു മോട്ടിവേഷൻ. അപ്പം ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ചിന്തകൾ, നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു അതനുസരിച്ചിട്ടാണ് എനിക്ക് മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ എൻ്റെ ചിന്തകൾ, എൻ്റെ വിശ്വാസങ്ങൾ, എൻ്റെ എക്സ്പെക്ടേഷൻ, എൻ്റെ ഗോൾസ്, ഇതിന്റെ ഒരു റിസൾട്ടാണ് ഞാൻ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് അപ്രോച്ചസിൽ പറയാം. സോ അപ്പൊ എൻ്റെ ഹയർ മെന്റൽ പ്രോസസ്സസ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് അപ്രോച്ചസിൽ പറയുന്നത്. സോ അപ്പൊ എന്തെങ്കിലും ഒരു ഒരു ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് റിവാർഡ് അല്ലെങ്കിൽ ഇൻസെന്റീവിന്റെ ബേസിസ് മാത്രം അല്ല, മറിച്ച് ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. എൻ്റെ കോഗ്നിറ്റീവ് ലെവലിൽ ഞാൻ ആ ചിന്തകളും എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ ധാരണകളും എൻ്റെ എക്സ്പെക്ടേഷനും എല്ലാം ചേർന്നിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിലേക്ക് നമ്മൾ എത്തുന്നത് എന്നാണ് കോഗ്നിറ്റീവ് അപ്രോച്ചസ് ടു മോട്ടിവേഷനിൽ പറയാം. അടുത്തത് ഗോൾ സെറ്റിംഗ് തിയറി. ഗോൾ സെറ്റിംഗ് തിയറിയിൽ പറയുന്നത് ഞാൻ മോട്ടിവേറ്റഡ് ആണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് എന്ന് പറയാൻ എനിക്കൊരു പെർട്ടിക്കുലർ ഗോൾ ഉണ്ട്, ആ ഗോള് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ആ ഒരു ബെസ്റ്റ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അപ്പൊ ഒരു ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം ആ സെറ്റ് ചെയ്ത ഗോളിലേക്ക് നമ്മൾ എത്തുകയാണ് എന്നുള്ളതാണ് ഗോൾ സെറ്റിംഗ് തിയറിയിൽ പറയാം. അടുത്തത് ഹൈറാർക്കിയൽ മോഡലാണ്. അപ്പൊ ഹൈറാർക്കിയൽ മോഡലാണ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സിൽ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും, അതുപോലെ നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നീഡ് ഹൈറാർക്കിയാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഇതൊരു പിരമിഡ് മോഡലാണ് കാണിക്കുന്നത്. ഞാൻ ആ പിക്ചർ കാണിച്ചു തരാം. സോ ഇതിൽ നമ്മൾ നോക്കിയാൽ അറിയാം, താഴെ നോക്കുക ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്, അതാണ് നമ്മുടെ ഫസ്റ്റ് നീഡ് വരുന്നത്. സോ ഫിസിയോളജിക്കൽ നീഡിൽ നമ്മൾ വരുന്നത് പ്രൈമറി ഡ്രൈവ് ആണ്. അവിടെ നമുക്ക് നമ്മളെ മനുഷ്യനായിട്ട് നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് വേണ്ടത് ഫുഡ്, വാട്ടർ, സ്ലീപ്പ്, സെക്സ്. അതിനകത്ത് സെക്സ് അത്രയും ഒരു നീഡായിട്ട് ഫിസിയോളജിക്കൽ നീഡായിട്ട് പറയുന്നില്ല, എങ്കിൽ കൂടി അതൊരു ഫിസിയോളജിക്കൽ നീഡ് തന്നെയാണ്. അത്രയൊരു സർവൈവൽ നീഡായിട്ട് നമ്മൾ സെക്സിനെ കൺസിഡർ ചെയ്യുന്നില്ല. സോ ഫുഡ്, വാട്ടർ, സ്ലീപ്പ്, ഇതാണ് ഒരു മനുഷ്യന് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. അത് നമ്മൾ അറ്റൈൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്കൊരു സേഫ്റ്റി ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ സേഫ്റ്റി ലെവലിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു എംപ്ലോയ്മെന്റ് വേണം, അല്ലെങ്കിൽ അത്യാവശ്യം റിസോഴ്സസ് വേണം, ഒരു മോറൽ പ്രിൻസിപ്പിൾ വേണം, നമ്മളൊരു അപ്പം ഇതെല്ലാം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് നന്നായിട്ട് നിൽക്കണം, നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടാവുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മളൊരു വീട്, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഒരു ചിന്തകളാണ് സേഫ്റ്റി ലെവലിലേക്ക് വരിക. സേഫ്റ്റി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഫാമിലി ഡെവലപ്പ് ചെയ്യണം, ഒരു സെക്ഷൽ ഇന്റിമസി നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് അടുത്ത സ്റ്റേജിൽ വരിക. ദെൻ അതും നമ്മൾ അറ്റൈൻ ചെയ്ത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു എസ്റ്റീം സ്റ്റേജ് ആണ്. എസ്റ്റീം സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, നമ്മുടെ ഒരു അച്ചീവ്മെന്റ് നമ്മൾക്ക് മനസ്സിലാവണം, മറ്റുള്ളവരെ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരവസ്ഥ, നമ്മളും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരവസ്ഥ. ഈ ഒരു സ്റ്റേജ് ആണ് സെൽഫ് എസ്റ്റീം സ്റ്റേജ്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പും കയറിയാണ് നമ്മൾ ലാസ്റ്റ് ഒടുവിൽ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജിലേക്ക് എത്തുക. അവിടെ സംഭവിക്കുന്നത് ഒരു അൾട്ടിമേറ്റ് ക്രിയേറ്റിവിറ്റി, ഒരു അൾട്ടിമേറ്റ് പീസ് ഓഫ് മൈൻഡ് നമുക്ക് വരുന്നു, ഒരു ലാക്ക് ഓഫ് പ്രെജുഡിസ്, ദെൻ അക്സെപ്റ്റൻസ് ഓഫ് ഫാക്ട്. ഇതെല്ലാം അത്രയും ഏറ്റവും ഒരു അൾട്ടിമേറ്റ് സെൻസിലാണ് നമ്മൾ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജിലേക്ക് വരിക. അപ്പൊ ഒരു ക്ലിയർ ഒരു മോറൽ പ്രിൻസിപ്പിൾസും, ഒരു ക്ലിയർ കട്ട് ഒരു ക്രിയേറ്റിവിറ്റി ലെവലിലേക്കും, ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ലെവലിലേക്കും, ഏത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയിലേക്കും ഒക്കെ നമ്മൾ എത്തുന്ന ഒരു സ്റ്റേജാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തണമെങ്കിൽ നമ്മൾ ഈ അതിന് താഴെയുള്ള സ്റ്റേജസ് എല്ലാം നമ്മൾ അറ്റൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഫിസിയോളജിക്കൽ നീഡ് ആദ്യം, ദെൻ സേഫ്റ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്, ദെൻ എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. സോ അപ്പൊ അതിനകത്ത് സേഫ്റ്റി, ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് അതൊരു ഡെഫിഷ്യൻസി നീഡിലാണ്. അതിന് ശേഷം വരുന്ന നീഡ്സ് ഒരു ഗ്രോത്ത് നീഡ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ അതാണ് ഹൈറാർക്കിയൽ നീഡ്. മാസ്ലോസ് ഹൈറാർക്കിയൽ നീഡ് എന്ന് ഓർക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണത്. സോ ആദ്യം ഫിസിയോളജിക്കൽ നീഡ്, ദെൻ സേഫ്റ്റി നീഡ്, ദെൻ അതാണ് നമ്മുടെ ആ ഒരു ലോവർ ലെവൽ നീഡ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, ദെൻ എസ്റ്റീം നീഡ്, ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ. ദെൻ അടുത്തത് ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയാണ്. സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയിൽ പറയുന്നത് നമ്മൾക്ക് 3 നീഡ്സ് ആണ് ഉള്ളത്. അപ്പം ആ ഒരു മാസ്ലോന്റെ നീഡുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് പറയുന്ന നീഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഓട്ടോണമി, ആ ഓട്ടോണമി എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് കോമ്പീറ്റൻസ്, ദെൻ റിലേറ്റഡ്നെസ്. ഈ 3 നീഡ്സ് ആണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്
സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയിൽ പറയാം. സോ ഓട്ടോണമി എന്ന് പറയുന്നത് കൺട്രോളിങ് വൺസ് ബിഹേവിയർ, കോമ്പീറ്റൻസ് എന്ന് പറയുന്നത് എബിലിറ്റി ടു മാസ്റ്റർ ദ ചലഞ്ചിങ് ടാസ്ക്, ദെൻ റിലേറ്റഡ്നെസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു സെക്യൂർ റിലേഷൻഷിപ്പ് നമുക്ക് വേണം എന്ന് പറയുന്ന ആവശ്യം. സോ ഈ ഒരു നീഡ്സ് ആണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിലേക്ക് എത്തിക്കുന്നതെന്നാണ് സെൽഫ് ഡിറ്റർമിനേഷൻ തിയറിയിൽ പറയുന്നത്. അടുത്തത് സെൽഫ് തിയറി ഓഫ് മോട്ടിവേഷൻ ആണ്. സെൽഫ് തിയറി ഓഫ് മോട്ടിവേഷനിലും സെൽഫ് നീഡ് ഫോർ അച്ചീവ്മെന്റിനാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. സോ അത് നമ്മുടെ സക്സസിലേക്കും ഫെയിലിയറിലേക്കും, സക്സസിനെ പറ്റിയിട്ടും അതുപോലെ ഫെയിലിയറിനെ പറ്റിയിട്ടും ഈ ഒരു അപ്രോച്ചിൽ പറയുന്നുണ്ട്, ഈ ഒരു തിയറിയിൽ പറയുന്നുണ്ട്. അതുപോലെ ഒരു ലോക്കസ് ഓഫ് കൺട്രോൾ നമ്മളിൽ ഉണ്ടാവുന്നത്. സോ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൈഫിൽ എന്ത് തന്നെ സംഭവിക്കുന്നു അതിൻ്റെ ഒരു കൺട്രോൾ നമ്മൾക്ക് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളിൽ തന്നെയാണ് എന്നുള്ളൊരു വിശ്വാസമാണ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. അത് ലക്കിലും അതുപോലെ ഫെയ്റ്റിലും വിധിയിലാണ് എന്ന് പറയുന്നതാണ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. സോ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് അപ്പൊ നമ്മൾ എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു അതനുസരിച്ചാണ് നമ്മുടെ മോട്ടിവേഷൻ വരുന്നതെന്നാണ് സെൽഫ് തിയറി ഓഫ് മോട്ടിവേഷനിൽ പറയുന്നത്. സോ ഒരു എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ഒരു വ്യക്തിയാകുമ്പോൾ അവരെ സംബന്ധിച്ചോളം മോട്ടിവേഷൻ ലെവൽ കുറവായിട്ടും കാണാം. അടുത്തത് ആൽഡർഫേഴ്സ് ERG തിയറിയാണ്. ERG തിയറിയിൽ എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ് ആൻഡ് ഗ്രോത്ത്. അപ്പം ആദ്യം നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. ആൽഡർഫറിന്റെ തിയറിയും മാസ്ലോവിന്റെ തിയറിയും ആയിട്ട് സിമിലാരിറ്റി ഉണ്ട്. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് എക്സിസ്റ്റൻസ് ആണ്. അപ്പൊ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പം അതാണ് ഫസ്റ്റ് ലെവലിൽ വരുന്നത്. ഒരു ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പൊ ഫിസിയോളജിക്കൽ നീഡ്സും സേഫ്റ്റി നീഡ്സും ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാം. അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ റിലേറ്റഡ്നെസ് ആണ്. അപ്പം അവിടെ നമ്മൾ ആ സോഷ്യൽ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയാം. അതിന് അടുത്ത സ്റ്റേജ്, അപ്പൊ സോഷ്യൽ റിലേഷൻഷിപ്സ് ആയി, ദെൻ ഫിസിയോളജിക്കൽ നീഡും സേഫ്റ്റി നീഡ്സും എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വളർന്നേ പറ്റൂ. സോ അതാണ് ഒരു ഗ്രോത്ത് നീഡ്സ് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മളുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കണം, നമ്മളൊരു കോമ്പീറ്റൻസ് ഡെവലപ്പ് ചെയ്തിരിക്കണം, നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റി അവിടെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സംഭവിച്ചിരിക്കണം. സോ അതാണ് നമ്മുടെ ഗ്രോത്ത് നീഡ്സ് എന്ന് പറയുന്നത്. സോ 3 നീഡ്സ് ആണ് നമ്മൾ വരുന്നത്. ഒന്ന് എക്സിസ്റ്റൻസ് നീഡ്സ്, ദെൻ റിലേറ്റഡ്നെസ് ആൻഡ് ഗ്രോത്ത്. അപ്പം ERG തിയറി. ഓക്കെ. അടുത്തത് ഹെസ്ബർഗ്സിന്റെ 2 ഫാക്ടർ തിയറിയാണ്. അപ്പൊ ഇതില് 2 ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സും 2 മോട്ടിവേഷണൽ ഫാക്ടേഴ്സുമാണ്. സോ ഹൈജീൻ ഫാക്ടേഴ്സ് പറയുമ്പോൾ ഞാൻ അതിന്റെ ടേബിൾ കാണിക്കാം. സോ ഹൈജീൻ ഫാക്ടേഴ്സിൽ പറയുന്നത് ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ കമ്പനി പോളിസി, ദെൻ ക്വാളിറ്റി ഓഫ് സൂപ്പർവിഷൻ, റിലേഷൻസ് വിത്ത് അതേഴ്സ്, പേഴ്സണൽ ലൈഫ്, റേറ്റ് ഓഫ് പേ, ജോബ് സെക്യൂരിറ്റി, വർക്കിംഗ് കണ്ടീഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പം ഇത് കൃത്യമല്ലെങ്കിൽ നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നു. ഇത് കൃത്യമാണെങ്കിൽ നമ്മൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നില്ലെന്നേ പറയുന്നുള്ളൂ. പക്ഷെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഒരു മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് അവിടെ വരണം. മോട്ടിവേഷണൽ ഫാക്ടേഴ്സിൽ പറയുന്നത് അച്ചീവ്മെന്റ്, നമുക്ക് കരിയർ അഡ്വാൻസ്മെന്റ്, പേഴ്സണൽ ഗ്രോത്ത്, ജോബ് ഇൻട്രസ്റ്റ്, റെക്കഗ്നീഷൻ, റെസ്പോൺസിബിലിറ്റി. ഈ ഫാക്ടേഴ്സ് ആണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് നമുക്ക് അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് സംഭവിക്കുന്നു. സോ ഡിസാറ്റിസ്ഫാക്ഷൻ നോട്ട് ഡിസാറ്റിസ്ഫൈഡ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരുന്നു. അവിടെ നിന്ന് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നു. സോ അതാണ് ഹെർസ്ബർഗ്സിന്റെ 2 ഫാക്ടർ തിയറിയിൽ പറയുന്നത്. സോ ഹൈജീൻ ഫാക്ടേഴ്സും മോട്ടിവേഷണൽ ഫാക്ടേഴ്സും. ഓക്കെ. അടുത്തത് മെക്ലിലാൻഡ് അക്വയർഡ് നീഡ്സ് തിയറി. അപ്പൊ ഇതില് നീഡ് ഫോർ അച്ചീവ്മെന്റ്, ദെൻ നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ. ഈ 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിലേക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നാണ് ഡേവിഡ് മെക്ലിലാൻഡിന്റെ തിയറിയിൽ പറയുന്നത്. സോ നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എക്സലൻസിലേക്ക് നമ്മൾ എത്തുക, ദെൻ ഗോൾസ്, ചാലഞ്ചിങ് ആയിട്ടുള്ള ഗോൾസ് ഏറ്റെടുക്കുക, അതുപോലെ ഒബ്സ്റ്റക്കിൾസ്, ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യുക, അതുപോലെ ഒരു കോമ്പറ്റിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവുക, ദെൻ സ്കിൽസ് മാസ്റ്റർ ചെയ്യുക എന്നൊക്കെയുള്ള ഒരു നീഡിനെയാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് നീഡ് ഫോർ അഫിലിയേഷൻ ആണ്. നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്ലോസ് ആൻഡ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുക. അപ്പൊ നീഡ് ഫോർ അഫിലിയേഷൻ കൂടുതലുള്ള ആളുകൾ എന്ന് പറയുമ്പം അവർക്ക് എപ്പോഴും അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം, മറ്റുള്ളവരുമായിട്ട് ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു മെയിൻ പേർപ്പസ് ആയിട്ട് പറയുന്നത്. അപ്പൊ അവരുടെ ബിഹേവിയേഴ്സ് ആ രീതിയിലായിരിക്കും. അവരുടെ ഒരു ഗോൾ എന്ന് പറയുന്ന ഇതായതുകൊണ്ട് ആ ഒരു രീതിയിലായിരിക്കും അവരുടെ ബിഹേവിയേഴ്സ് പോവുക. Then next is need for power.
നീഡ് ഫോർ പവർ എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരിൽ നമുക്ക് ഒരു സ്വാധീനം ചെലുത്താൻ പറ്റണം എന്നുള്ളതാണ് ഇവരുടെ ഒരു മുഖ്യമായ ഒരു ആവശ്യമായിട്ട് അവർ ചിന്തിക്കുക. സോ അവരുടെ ലൈഫിൽ ഏറ്റവും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോൾ എന്ന് പറയുന്ന നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് വെക്കുക, മറ്റുള്ളവരിൽ നമ്മളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയുക. സോ നീഡ് ഫോർ പവർ ആണ്. സോ നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ ആൻഡ് നീഡ് ഫോർ പവർ, ഇത്രയാണ് 3 ബേസിക് നീഡ്സ് നമ്മളിലുള്ളത് എന്നാണ് ഡേവിഡ് മെക്ലിലാൻഡിന്റെ തിയറിയിൽ പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ തിയറീസ് ഓഫ് മോട്ടിവേഷനിൽ പറയുന്നത്. ദെൻ അടുത്തത് ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ആണ് പറയുന്നത്. സോ ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, ഈ 2 വാക്കുകളും വളരെയധികം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കാം. സോ എന്താണ് ഫ്രസ്ട്രേഷൻ, എന്താണ് കോൺഫ്ലിക്റ്റ്? ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? നമുക്ക് ഒരു ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്. അപ്പം എനിക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലി എത്തണം, അപ്പം അതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവുമ്പോൾ തോന്നുന്ന എൻ്റെ ഒരു സൈക്കോളജിക്കൽ സിറ്റുവേഷൻ ആണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. Okay, so when the goal directed behavior is blocked due to some or other reason, it leads to psychological situation. സോ ആ സൈക്കോളജിക്കൽ സിറ്റുവേഷൻ ആണ് നമ്മൾ ഫ്രസ്ട്രേഷൻ എന്ന് പറയുക. അപ്പൊ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാൻ പല കാരണങ്ങൾ സംഭവിക്കാം, പല കാരണം കൊണ്ട് നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവാം. സോ അതിനകത്ത് ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. സോ അത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പെർട്ടിക്കുലർ സാഹചര്യം കൊണ്ടാണ്, എൻ്റെ ഈ പറഞ്ഞ പോലെ കുടുംബത്തിലെ സാഹചര്യം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ എൻ്റെ ബുദ്ധിയുടെ പ്രശ്നം കൊണ്ട്, അതാണ് ഇന്റലിജൻസ് പേഴ്സണൽ ഫാക്ടേഴ്സിൽ വരിക. സോ പുറമേ ഉള്ള സാഹചര്യം, എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ, എൻ്റെ സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയാം. സോ അത്തരത്തിലുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മളെ ആ ഒരു ഗോളിലേക്ക് എത്താതെ നമ്മളെ നിർത്തുന്നത്. ദെൻ പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം എനിക്ക് തന്നെ റിസോഴ്സസ് ഇല്ല, എനിക്ക് പഠിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പഠിക്കാനുള്ളൊരു കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ഇല്ല, എനിക്ക് അത്തരത്തിലുള്ള ഒരു ബുദ്ധി ഇല്ല എന്ന് പറയുന്നൊരു അവസ്ഥ, അതിനാണ് പേഴ്സണൽ ഫാക്ടേഴ്സിൽ വരിക. ദെൻ അടുത്തത് കോൺഫ്ലിക്ട്സ് ആണ്. കോൺഫ്ലിക്ട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് രണ്ടും വേണമെന്നുണ്ട്, നല്ലൊരു ജോലി എനിക്ക് വരുന്നു, എനിക്ക് നല്ലൊരു ഹയർ സ്റ്റഡീസിന് ഓപ്പർച്യൂണിറ്റി വരുന്നു, അപ്പൊ ഇതിനകത്ത് ഏത് ഞാൻ എടുക്കും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ സ്റ്റക്ക് ആവുന്ന ഒരു അവസ്ഥ, അതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ 3 ആണ് നമ്മൾ സോഴ്സസ് ഓഫ് ഫ്രസ്ട്രേഷനിൽ വരിക. ഒന്ന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, 2 പേഴ്സണൽ ഫാക്ടേഴ്സ്, ദെൻ കോൺഫ്ലിക്ട്സ്. അപ്പൊ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലി സിറ്റുവേഷൻസ് ആയിരിക്കാം, ഞാൻ പഠിക്കുന്ന കോളേജിൽ കൃത്യമായിട്ട് പഠന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള എൻ്റെ പുറത്ത് അല്ലെങ്കിൽ എന്നിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയാം. ദെൻ പേഴ്സണൽ ഫാക്ടേഴ്സ്, ദെൻ ലാസ്റ്റ് കോൺഫ്ലിക്ട്സ്. സോ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഫ്രസ്ട്രേഷൻ ഡിപ്രഷൻ ഉണ്ടാക്കാം, നമുക്ക് ദേഷ്യം ഉണ്ടാക്കാം, ഇറിറ്റേഷൻ ഉണ്ടാക്കാം, ചില സമയത്ത് ആളുകൾ കരയാറുണ്ട്, പിന്നെ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ അത് അവോയ്ഡ് ചെയ്ത് വേറൊരു രീതിയിലേക്ക് ആളുകൾ പോവാറുമുണ്ട്. സോ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് ഫ്രസ്ട്രേഷൻ ലീഡ്സ് ടു അഗ്രഷൻ എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ് വരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഡോളർഡ് ആൻഡ് മില്ലർ. അപ്പം ഇതില് പറയുന്നത് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബ്ലോക്കിംഗ് ഓഫ് ഗോൾ ഈസ് ദ കോസ് ഓഫ് അഗ്രഷൻ. അപ്പം എനിക്ക് നല്ല രീതിയിൽ പഠിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് അവിടെ തടസ്സം വരുമ്പോൾ അത് എന്നെ അഗ്രഷൻ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. അഗ്രഷന്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു ഫ്രസ്ട്രേഷൻ ആണ് എന്നുള്ളതാണ് ആ ഒരു ഹൈപ്പോത്തസിസിൽ പറയുന്നത്. 2 മാർക്സ് ക്വസ്റ്റ്യൻസിലൊക്കെ സാധാരണ ചോദിക്കാറുണ്ട് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ്. ദെൻ അടുത്തത് കോൺഫ്ലിക്റ്റ് ആണ്. സോ അപ്പൊ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, പേഴ്സണൽ ഫാക്ടേഴ്സ് പറഞ്ഞു, മൂന്നാമത്തെ ഒരു ഫാക്ടറിനെ പറ്റിയിട്ട് മാത്രമാണ് കൃത്യമായിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. സോ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ചിന്തിക്കുക നമ്മുടെ ഒരു ചൂസ് ചെയ്യുന്ന ഒരു എബിലിറ്റിയാണ് കോൺഫ്ലിക്ട്സിൽ നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് കോൺട്രഡിക്ടറി ആയിട്ടുള്ള മോട്ടീവ്സ് ഉണ്ടാവും. അപ്പൊ ആ മോട്ടീവ്സ് വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് ചൂസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഇതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുക. അപ്പൊ നമുക്ക് 4 രീതിയിൽ കോൺഫ്ലിക്ട്സ് വരാം. ഒന്ന് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. എന്താണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്? 2 ഗോൾസ് ഉണ്ട്, ഈ 2 ഗോൾസും എനിക്ക് പ്രിയപ്പെട്ടതാണ്, ഇതിനകത്ത് എന്ത് ഞാൻ ചൂസ് ചെയ്യണം, ഇതാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. പക്ഷെ ഇവിടെ ഒരു ഗുണമുള്ളത് ഈ 2 ഗോൾസും ഈക്വലി എനിക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷെ അപ്പം
എന്നാൽ പോലും നമ്മൾ അതിൽ നിന്ന് എന്ത് ചൂസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റിനെയാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാച്ചിങ് എ മൂവി വിത്ത് ഫ്രണ്ട്സ് ഓർ ഗോയിങ് ടു എ പാർട്ടി വിത്ത് ഫാമിലി മെമ്പേഴ്സ്. അപ്പം ഇതില് ഫ്രണ്ട്സിന്റെ കൂടെ മൂവി കാണുന്നതും എനിക്ക് ഇഷ്ടമാണ്, ഫാമിലി മെമ്പേഴ്സിലൂടെ പാർട്ടിക്ക് പോണതും എനിക്ക് ഇഷ്ടമാണ്. ഇതിൽ നിന്ന് ഞാൻ എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റിൽ വരുന്നത്. അടുത്തത് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ്. ഇവിടെ ഇത് രണ്ടും എനിക്ക് താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. അതിൽ നിന്ന് ഞാൻ എന്ത് എടുക്കണം എന്നുള്ളതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് വരിക. അപ്പൊ രണ്ടും അൺഡിസൈറബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഏതെടുക്കണം, ഏത് ഞാൻ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റിൽ വരുന്നത്. അടുത്തത് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ എടുക്കുമ്പം ഞാൻ വേറെടുത്ത് ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. സോ അതാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ജോബ് പ്രൊമോഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ജോബ് പ്രൊമോഷൻ കിട്ടുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ആ ജോലിക്ക് പോകണം എന്നുണ്ട്. പക്ഷെ പോകുമ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിനെ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് ചിലപ്പോൾ ഞാൻ മാറി നിൽക്കേണ്ടി വരും, വേറൊരു സിറ്റിയിലേക്ക് ഞാൻ മൂവ് ചെയ്യേണ്ടി വരും. സോ അപ്പൊ അപ്രോച്ച് അവോയ്ഡൻസ്, അപ്പോൾ ഒരിടത്ത് എനിക്ക് അപ്രോച്ച് ചെയ്യുമ്പം എനിക്ക് അവിടെ മറ്റവിടെ ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഡബിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ ഇവിടെ രണ്ട് ഗുണങ്ങൾ അല്ലെങ്കിൽ രണ്ട് ദോഷങ്ങൾ നമുക്കിവിടെ സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ ബൈസ് എ ഹൗസ് away from the city for the positive aspects like fresh air, open space, less congestion. അപ്പോൾ വീട് ഞാൻ വാങ്ങിക്കുമ്പോൾ സിറ്റിയിൽ നിന്ന് ദൂരേക്ക് മാറി ഞാൻ വീട് വാങ്ങിക്കണം. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് ഫ്രഷ് എയർ ഉണ്ടാവുന്നു, ഓപ്പൺ സ്പേസ്, ലെസ് കൺജഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവിടെ വേറൊരു ദോഷങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് വർക്ക് പ്ലേസിൽ നിന്ന് കുറച്ചും കൂടി ദൂരെയാണ്. അപ്പം എൻ്റെ സിറ്റി ലൈഫിൽ നിന്ന് ഞാൻ കുറച്ച് മാറി നിൽക്കുകയും വേണം. സോ സിറ്റി ലൈഫിന്റെ ബെനിഫിറ്റ്സ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ മനസ്സിലാക്കും. അപ്പൊ ഇതെല്ലാം വിലയിരുത്തി ആ പ്രോസ് ആൻഡ് കോൺസ് രണ്ട് രീതിയിൽ നോക്കിയിട്ട് ഞാനൊരു തീരുമാനം എടുക്കണം. സോ അതിനെയാണ് നമ്മൾ ഡബിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 4 രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് പറയുന്നത്. approach conflict, avoidance approach conflict, then approach avoidance conflict, then double approach avoidance conflict. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. സോ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷനിലെ മോട്ടിവേഷൻ എന്താണെന്ന് പറഞ്ഞു, ദെൻ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു, ദെൻ നേച്ചർ ഓഫ് മോട്ടിവേഷൻ പറഞ്ഞു, മോട്ടിവേഷൻ സൈക്കിളിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. സോ മോട്ടിവേഷൻ സൈക്കിളിൽ നീഡ്, ഡ്രൈവ്, അറൗസൽ, ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ, അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ റിഡക്ഷൻ അല്ലെങ്കിൽ ഡ്രൈവ് റിഡക്ഷൻ അല്ലെങ്കിൽ അറൗസൽ റിഡക്ഷൻ നമ്മൾ സംഭവിക്കുന്നു. ദെൻ നീഡ്സ്, ഡ്രൈവ്സ്, ഇൻസെൻറ്റീവ്സ്, മോട്ടീവ്സ്, ഈ ടേംസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. ഡെഫിനിഷൻസ് നമ്മൾ നോക്കി. ഡെഫിനിഷനിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ആരാണ് ആ ഡെഫിനിഷൻ കൊണ്ടുവന്നത്, ഏത് വർഷമാണ് ആ ഡെഫിനിഷൻ വന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ദെൻ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ, ബയോജനിക് മോട്ടീവ്സ്, സൈക്കോജനിക് മോട്ടീവ്സ്, സോഷ്യോജനിക് മോട്ടീവ്സ്. അതിൽ ബയോജനിക്കിൽ ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ്. Then psychogenic motives, exploration of the environment, competence. Then sociogenically achievement motivation, affiliation motivation. Then types of motivation, extrinsic, intrinsic, primary, secondary. Then theories of motivation, evolutionary approach, drive reduction. Then optimal arousal, incentive, cognitive approaches, goal setting theory, hierarchical model. Then self-determination, self-theory, Alderfer's ERG theory, then Herbert's two-factor theory, McClelland's acquired need theory. Then അടുത്തത് ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. സോ ഫ്രസ്ട്രേഷൻ എന്താണ്, സോഴ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്, കോൺഫ്ലിക്ട്സ്. ദെൻ പിന്നെ പല രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് നമ്മൾ പറഞ്ഞു. അപ്രോച്ച് കോൺഫ്ലിക്റ്റ് നമ്മൾ പറഞ്ഞു.
അവോയ്ഡൻസ് അപ്രോച്ച്, അവോയ്ഡൻസ് അപ്പൊ രണ്ടും നമുക്ക് ഈക്വലി വേണ്ടാത്തതാണ്. അതിൽ നിന്ന് ഞാൻ എന്ത് സെലക്ട് ചെയ്യും, അതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്ട്. ദെൻ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്ട്, ഡബിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്ട്. സോ ഇത്രയാണ് നമ്മുടെ കോൺഫ്ലിക്ട്സിൽ പറഞ്ഞത്. സോ സമ്മറിയിലെ മോട്ടിവേഷൻ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ്, നീഡ്, ഡ്രൈവർ, ഇൻസെൻറ്റീവ്സ്, ബയോജനിക്, സൈക്കോജനിക്, സോഷ്യോജനിക് ഫാക്ടേഴ്സ്, ദെൻ മോട്ടിവേഷനിലെ തിയറീസ് നമ്മൾ പറഞ്ഞു. ദെൻ അടുത്തത് ഫ്രസ്ട്രേഷൻ എന്താണെന്ന്. അപ്പം ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻകമ്പാറ്റബിൾ ആയിട്ടുള്ള ഗോൾസിൽ നിന്ന് ഞാൻ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് കോൺഫ്ലിക്ട്സ്. ദെൻ ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു സമ്മറിയിൽ വന്നത്. സോ താങ്ക് യു ഓൾ ഓഫ് യു. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു.